പിന്നെ പിറ്റേ ദിവസം തൊട്ട് ഇവിടം വരെ ഒരു മടക്കൂ. സ്വതന്ത്രം ചെയ്തേ. ഞാനിങ്ങനെ നിങ്ങളുടെ അടുത്തുകൂടി പോകുമ്പോൾ സൗണ്ട് കേൾക്കാം, പേപ്പറിൻ്റെ സൗണ്ട് പോലെ. കാരണം അത്ര വടി പോലെയാണ് തേച്ച് വെച്ചത്. പക്ഷേ അത് ഇട്ടുകൊണ്ട് പോയപ്പോൾ കൺവെൻഷനൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് നല്ല വേദി കിട്ടും. ഉദ്ഘാടനം സെൻട്രൽ പാസ് ബിജു CX. അപ്പം ഞാൻ വരും, ആമേൻ, എന്ത് ചെയ്യും, ഉദ്ഘാടനം ചെയ്യും. പിന്നെ വേറെ എനിക്കൊരു പരിപാടിയില്ല. കൺവെൻഷന് പോകുക, ഉദ്ഘാടനം ചെയ്യുക, കല്യാണം നടത്തുക, ശിശുപ്രതിഷ്ഠ നടത്തുക, വേറെ ഒരു പരിപാടിയില്ല. പിന്നെ ഈ ഉടുപ്പൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാവരും പോലെ കൈയടിക്കാൻ പറ്റത്തൊന്നുമില്ല. സെൻട്രൽ പാസ്റ്റർമാർ അങ്ങനെയാണ്, കൈ അടിക്കാൻ പാടില്ല. അവരുടെ ബൈലോക്കകത്ത് എന്ത് ചെയ്യാൻ പാടില്ല, കൈയടിക്കാൻ പാടില്ല. അപ്പോൾ ഞാനിങ്ങനെ പോയി ഇങ്ങനെ വടി പോലിരിക്കും. എന്നിട്ട് ഈ നല്ല ശക്തമായ ആരാധന വരുമ്പോൾ ജനമെല്ലാം കൂടി ആത്മാവിൽ ആരാധിക്കുമ്പോൾ ഞങ്ങൾക്ക് സെൻട്രൽ പാസ്റ്റർമാർക്ക് ഞങ്ങളുടെ സംഘടന അനുവദിച്ചിട്ടുള്ള ഒരു ശൈലിയുണ്ട്. അതിതാണ് ഗ്ലോറി. അത് മാത്രമേ ചെയ്യാവൂ എന്നാണ് ഞങ്ങളോട് സ്പെഷ്യൽ സ്ക്വാഡ് പറഞ്ഞിരിക്കുന്നത്. വേറെ ഒന്നും ചെയ്യരുത്, നിങ്ങൾ കൈയടിക്കരുത്, കൈ വീശരുത്, ആമൻ, ഉടുപ്പ് കുടയരുത്, അടഞ്ഞു പോകരുത്. അപ്പോൾ ഇനി കള്ളിയില്ലാതെ വരുമ്പോൾ എന്ത് ചെയ്തേക്കണം, ഗ്ലോറി എന്നടിച്ചേക്കണം. അപ്പോൾ കേരളത്തിലേക്ക് നിങ്ങൾ വല്ലപ്പോഴും കൂടി ചെല്ലുമ്പോൾ കൺവെൻഷൻ സ്റ്റേജുകളിൽ ഇതേ ടൈപ്പ് ചില ജീവികളെ കാണും. അവരവിടെ ഇരുന്നുകൊണ്ട് ഈ ഗ്ലോറി ടു ഗോഡ് അടിക്കും. സ്വത്രം എന്ന് പറഞ്ഞ് നമ്മളെ ഈ കൊടുവാള, ഞാൻ ഇതിന് പറയുന്ന കൊടുവാള അഭിഷേകം എന്നാണ്. നമ്മളെ വിളിച്ചത് കൊടുവാള അഭിഷേകം അടിക്കാനല്ല. ആമൻ, യുവാക്കന്മാരും യുവതികളും രാജാക്കന്മാരും ബാലന്മാരും എല്ലാവരും ദൈവത്തെ ആരാധിക്കണം. നമ്മുടെ വിടുതൽ ആരാധനക്കകത്താണ്, നമ്മുടെ ജീവൻ ആരാധനക്കകത്താണ്. ആരാധിക്കുമ്പോൾ മാത്രമേ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ഇറങ്ങി വരികയുള്ളൂ. നമ്മുടെ ദൈവം ഇറങ്ങി വരാനുള്ള ഏക ചെയറെന്ന് പറയുന്നത് സ്തുതി എന്ന മേലാടയാണ്. സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗം ഇന്ന് രാത്രി ഇറങ്ങി വരും. ഹല്ലേലൂയ, ആമേൻ. തമ്പുരാനെ ആരാധിക്കുന്നതിൽ ഒരു മടിയും എന്ത് ചെയ്യരുത്. അടുത്തിരിക്കുന്ന ആളോട് പറ, വേറെ ഒന്നും ചെയ്തില്ലേലും യേശുവിനെ ആരാധിച്ചേക്കണം. ഹല്ലേലൂയ. എൻ ബലവും എൻ കോട്ടയും നീ മാത്രമേ യേശുനാഥ, ആശ്രയമായി നീ അല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ, ആശ്രയമായി നീ അല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന സ്തുതി രാജാവിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന സ്തുതി രാജാവിന്. അതെ, തമിഴിന്റെ അടുത്ത ലൈൻ എങ്ങനെയാണെന്നറിയാം. രാജാവു മാളികയിൽ രാപ്പകലായി അമർന്നിരിപ്പേ, യേശു രാജാവു മാളികയിൽ രാപ്പകലായി അമർന്നിരിപ്പേ, തുതിത്ത് മകന്തിടുവേ, എല്ലാ തുയരം അകന്തിടുവേ, തുതിത്ത് മകന്തിടുവേ, എല്ലാ തുയരം അകന്തിടുവേ. ആരാധனை ஆராதனை அப்பா அப்பா உங்களுக்கு தான் ஆராதனை ஆராதனை அப்பா அப்பா உங்களுக்கு தான் ആരിലും ആരാധ്യൻ നീ രാജാതി രാജാവു നീ. പാട് പാട്. രാജാതി രാജാവു നീ. ചേർന്നോ? പാടി ഭൂതത്തിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. യെസ്, പാടി ഭൂതത്തിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. എന്തിയാ എന്തിയാ
തീരാത്തവൻ തീരാത്ത നന്മകൾ തീരാത്തവൻ കൃപ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. ശക്തിയാലല്ല, കൈ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. കൃപയാ 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 നിർത്തിടും ദയയാ ദയയാ കൃപയാ. യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. ഒരാത്മാവിന്റെ തീ കത്താൻ പോകുകയാണ്. ഒരു വലിയ പകർച്ച ഉണ്ടാകാൻ പോകുകയാണ്. ഒരു വലിയ പകർച്ച ഉണ്ടാകാൻ പോകുകയാണ്. ആത്മാവിന്റെ തീ ഇന്ന് രാത്രി ഇതിനകത്ത് കത്താൻ പോകുകയാണ്. എല്ലാ കെട്ടും പൊട്ടട്ടെ, എല്ലാ കെട്ടുകളും അടിയട്ടെ. കുടുംബത്തിനെതിരെ, തലമുറകൾക്കെതിരെ, നന്മയ്ക്കെതിരെ, അവകാശത്തിനെതിരെ ദുഷ്ടൻ കെട്ടിവെച്ചത് ഇന്ന് പകൽ പൊട്ടാൻ പോകുക, ഇന്ന് പകൽ അഴിയാൻ പോകുക. നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോല് ഇന്ന് രാത്രി ഇരിക്കത്തില്ല. ദൈവം എടുത്തു മാറ്റുന്നു ദുഷ്ടന്റെ ചെങ്കോൽ. അഴിയുന്നു വഴിയുന്നു. ഒരു ചെങ്കോലും നിന്റെ കുടുംബത്തിന്റെ നേരെ ഇനി വെക്കാൻ ദൈവം അനുവദിക്കത്തില്ല. സകല കെട്ടുകളും ഇന്ന് രാത്രി അഴിയുന്നു. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ദൈവം എഴുന്നേൽക്കുന്നു, ദൈവം എഴുന്നേൽക്കുന്നു, ദൈവം എഴുന്നേൽക്കുന്നു. അവന്റെ ശത്രുക്കൾ ഇന്ന് രാത്രി ചിതറിപ്പോകുന്നു. ദൈവം എഴുന്നേൽക്കുന്നു. വിശ്വസിക്കുന്നവർ കരമടിച്ച് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചോ. ദൈവം നിനക്ക് വേണ്ടി ഇന്ന് രാത്രി എഴുന്നേക്കാൻ പോകുക. ദൈവം എഴുന്നേൽക്കുന്നു, ദൈവം എഴുന്നേൽക്കുന്നു. നിനക്കെതിരെ നിന്ന ശത്രു ഇന്ന് രാത്രി ചിതറിമാകാൻ പോകുന്നു. തീയിങ്കൽ തീയിങ്കൽ മെഴുകുരുകുന്ന പോലെ, തീയിങ്കൽ മെഴുകുരുകുന്നത് പോലെ ഇന്ന് രാത്രി കുടുംബങ്ങൾക്കെതിരെ, സഭയ്ക്കെതിരെ, ദേശത്തിനെതിരെ, കുഞ്ഞുങ്ങൾക്കെതിരെ ഇന്ന് രാത്രി പൊട്ടുന്നു. ഒരു ശത്രുവിനെ നിനക്കെതിരെ എഴുന്നേൽക്കത്തില്ല. ഒരു അന്ധകാരവും എഴുന്നേൽക്കത്തില്ല. തനിച്ച് പാർക്കുന്ന ജനം, തനിച്ച് പാർക്കുന്ന ജനം അവൻ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. രാജാവ് അവരുടെ നടുവിലുണ്ട്. രാജകോലാഹലം നടുവിലുണ്ട്.
ദൈവകൃപ വ്യാപരിക്കട്ടെ. Thank you, Jesus. Thank you, Jesus. നന്ദി യേശുവേ, നന്ദി. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. കരമുയർത്തി പരിശുദ്ധാത്മാവിന് നന്ദി പറ. പരിശുദ്ധാത്മാവിന് നന്ദി പറ. പരിശുദ്ധാത്മാവിന് നന്ദി പറ. പരിശുദ്ധാത്മാവിന് നന്ദി പറ. വെൽക്കം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് നന്ദി. പരിശുദ്ധാത്മാവേ, അക്കാരമൊന്ന് ഉയർത്തി പറഞ്ഞേ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കുക. പരിശുദ്ധാത്മാവ് ചലിക്കുക. പരിശുദ്ധാത്മാവ് സാന്നിധ്യം ചലിക്കുക. Holy are you, Lord God Almighty. Holy, holy are you, Lord God Almighty. Where is the Lamb? Where is the Lamb? You are holy, holy are you, Lord God Almighty. പരിശുദ്ധനേ, പരിശുദ്ധനേ, സർവവല്ലഭൻ നീയേ. പരിശുദ്ധനേ, പരിശുദ്ധനേ, സർവവല്ലഭൻ നീയേ. പ്രവചിക്കേണ്ടവർ പ്രവചിക്കട്ടെ. വെളിപ്പാട് കാണേണ്ടവർ വെളിപ്പാട് കാണട്ടെ. ആദ്യ നൂറ്റാണ്ടിന്റെ അനുഭവം ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കട്ടെ. വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി, വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ഈ മുറി ഒരു മാളിക മുറിയായി മാറുന്നു. ഒരു മാളിക മുറിയായി മാറുന്നു. മാളിക മുറിയായി മാറുന്നു. നമ്മുടെ തലമുറ പ്രവചിക്കട്ടെ. നമ്മുടെ തലമുറ വെളിപ്പാട് കാണട്ടെ. നമ്മുടെ തലമുറയിൽ നിന്ന് പ്രവാചകന്മാർ എഴുന്നേക്കട്ടെ. പ്രവാചകിമാർ എഴുന്നേക്കട്ടെ. പരിശുദ്ധ പിതാവേ, തൃക്കരങ്ങളിൽ താഴ്ത്തുന്നു. അടികളെ ഒന്നിച്ചനുഗ്രഹിക്കും. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യെസ്, യെസ്, യെസ്. ആമേൻ. യെസ്. Shanada Retalara. Yes, Jesus. Utapada talana santi dibi.
യേശുപ്പാങ്ങയുടെ കൃപയ്ക്ക് നന്ദി, മഹത്വമെല്ലാം അങ്ങേക്ക്. ക്രിസ്തുവേശുവിൻ നാമത്തിൽ പിതാവേ. തിമോത്തിയോസിന്റെ 2-ാമത്തെ ലേഖനം നമ്മൾ എടുക്കുന്നതിന് മുൻപ് പ്രിയ ബീച്ചായൻ മീറ്റിംഗ് ഇടക്ക് പോകും അല്ലേ? ഇപ്പൊ പോകും. കർത്താവിന്റെ അഭിഷിക്തൻ തുടങ്ങുന്നതിന് മുമ്പേ നമ്മളോട് പറഞ്ഞിരുന്നു കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. അതുകൊണ്ട് ദേവദാസൻ തുടക്കത്തിൽ പറഞ്ഞു ഞാൻ ഇടക്ക് പോകും, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത്. അതുകൊണ്ട് ഒരാൾക്ക് പോലും പ്രാർത്ഥന കിട്ടാതെ പോകരുത്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കുടുംബമായിട്ട് വന്നാട്ടെ, മുന്നോട്ട് വന്നാട്ടെ, നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കർത്താവിന്റെ അഭിഷിക്തൻ വാ, മുന്നോട്ട് വാ. അപ്പോൾ തന്നെ ചർച്ചിന്റെ ലീഡേഴ്സായ ദൈവദാസന്മാരും എൻ്റെ കൂടെ വരണം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ എന്നോടൊപ്പം നിൽക്കണേ. വളരെ ആത്മാർത്ഥമായിട്ട് പറയാം. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഞാനും പ്രസാദ് പാസ്റ്ററും ദിമിച്ചാനുമായിട്ട് ഞങ്ങളിങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ചുമ്മാ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ താൻ്റെ പറഞ്ഞൊരു കാര്യം എന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തു. ഈ അബ്രഹാമിൻ്റെ അനുഗ്രഹം ദൈവം നമ്മുടെ മേൽ പകരും. നമ്മുടെ പിതാക്കന്മാർ മക്കളുടെ തലേക്കൈ വെച്ച് അനുഗ്രഹിച്ചാൽ അതൊരു അനുഗ്രഹമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ദൈവദാസന്മാരായ ഞങ്ങൾ ഇവരെ അനുഗ്രഹിക്കാൻ പോകുക. പറ്റുമോ? മുട്ടുകുത്താൻ പറ്റുമോ? പറ്റുമെങ്കിൽ മാത്രം മതി, വയ്യെങ്കിൽ വേണ്ട. ആമേൻ. നിങ്ങളെല്ലാം കൈ കോർത്ത് പിടിച്ചേ, നമ്മൾ ഒരുമിച്ച് അനുഗ്രഹിക്കാൻ പോകുക. കൈവച്ച് ഇവരെ കൈവച്ച് നിങ്ങൾ കൈവച്ച് അനുഗ്രഹിച്ചാൽ ഈ അനുഗ്രഹം ഈ കുടുംബത്തിൻ്റെ മേൽ വരും. പരിശുദ്ധ പിതാവേ, അടികൾ ഒന്നിച്ച് ചേർന്ന് അങ്ങയുടെ ദാസന് വേണ്ടി, അങ്ങയുടെ ദാസിക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ദൈവസഭ കഴിഞ്ഞ 20 ദിവസം അങ്ങയുടെ സന്നിധിയിൽ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ കരഞ്ഞു. അതിൻ്റെ മറുപടി ഓരോ കുടുംബത്തിൻ്റെ മേലും ഇന്ന് രാത്രി വെളിപ്പെട്ട് വരട്ടെ. ദൈവസഭയ്ക്ക് ഒരധികാരമുണ്ടല്ലോ. അങ്ങ് തന്ന അധികാരത്തിൽ നിന്ന് പ്രിയ ബീശാന്റെ കുടുംബത്തെ ഞങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. ആത്മീകമായി, ഭൗതികമായി, ശാരീരികമായി ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിലൂടെ ഈ കുടുംബത്ത് ഞങ്ങൾ തുറന്നു വിടുന്നു. ഇവർ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും, അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, പുറത്ത് പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, അവിടെ മാവ് കുഴക്കുന്ന തൊട്ടി അനുഗ്രഹിക്കപ്പെടും. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. ക്രിസ്തുവേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. God bless you. നമുക്ക് വേഗത്തിൽ ഇന്നലെ നമ്മൾ വായിച്ച അതേ വേദവാക്യത്തിലേക്ക് നമുക്ക് വരാം. തിമോത്തിയോസിന്റെ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വേദവാക്യം. വേഗത്തിൽ. എന്റെ മകനെ, ക്രിസ്തുവേശുവിന്റെ കൃപയാൽ ശക്തിപ്പെടുക. ആമേൻ. എന്റെ മകനെ, ക്രിസ്തുവേശുവിന്റെ കൃപയാൽ ശക്തിപ്പെടുക, മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ പറമേൽപ്പിക്കുക. മതി, ഇനി വായിക്കണമെന്നില്ല. ഞാൻ വായിച്ചോളാം. ഇന്നലെ വരാത്ത ആരെങ്കിലും ഉണ്ടോ? ഇന്നലെ വരാത്തതായിട്ട് അവരുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്ന് തൊടാം, സമയം കളയാനില്ല. ഈ വാക്യം ഇത് അപ്പോസ്തലനായ പൗലോസ് തന്റെ നിജപുത്രനായ തിമോത്തിയോസിന് എഴുതുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ്. ഈ ലേഖനത്തിന് പ്രത്യേകത എന്തെന്ന് ഞാൻ ഇന്നലെ തൊട്ടു. പൗലോസിന്റെ ശുശ്രൂഷയാൽ വിടുവിക്കപ്പെട്ടു വന്നൊരു കുടുംബമാണ് അല്ലെ, സ്റ്റെഫാനോസിന്റെ കുടുംബം. അതുകൊണ്ട് തന്നെ സ്റ്റെഫാനോസ്, ചൂടുണ്ടോ? ഞാൻ കൈയിട്ട് നോക്കിയിട്ടേ കുടിക്കോളൂ. കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിന് ചെന്നപ്പോ ഒരു ദുഷ്ടൻ തിളച്ച വെള്ളം കൊണ്ട്, മോനല്ല, തിളച്ച വെള്ളം തന്നു. ഞാൻ പ്രസംഗിച്ച് കത്തി നിൽക്കുകയായിരുന്നു, ഉണ്ണാക്കിലോട്ട് ഒഴിച്ചു. ഫ്ലാസ്കിൽ നിന്ന് അങ്ങനെ തന്നെയാ തന്നത്. കുറച്ചു നേരത്തേക്ക് ഒന്ന് കറങ്ങി തിരിഞ്ഞു വന്നപ്പോ ജനമെല്ലാം നോർത്ത് ഞാൻ ആത്മാവിലായതാണ്. കുടിക്കരുത്. ആമേൻ. ഹല്ലേലൂയ.
അന്ന് ഒരു 3-4 ദിവസത്തേക്ക് പിന്നെ പ്രസംഗിക്കാൻ പറ്റിയില്ല, മൊത്തം വെന്തുപോയി. ഓക്കെ, അന്ന് തൊട്ട് ഞാൻ വിരലിട്ട് തൊട്ട് നോക്കിയിട്ട് കുടിക്കുള്ളൂ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തിമോത്തിയോസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, പൗലോസിൻ്റെ നിജപുത്രനാണ്, പൗലോസിൻ്റെ കൂട്ടുവേലക്കാരനാണ്, സഹശുശ്രൂഷകനാണ്. മകനെന്ന് വിളിക്കത്തക്ക രീതിയിൽ പൗലോസ് മറ്റാരെയും വിളിച്ചിട്ടില്ല. എൻ്റെ മകനെന്ന് അവകാശത്തോടെ വിളിച്ചത് തിമോത്തിയോസിനെ മാത്രമാണ്. ഇനി ഒടുവിൽ തിമോത്തിയോസാണ് പൗലോസ് ജയിലിൽ കിടക്കുമ്പോൾ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് പൗലോസ് ആരെങ്കിലും കാണാൻ ആഗ്രഹിച്ചെങ്കിൽ അത് തിമോത്തിയോസിനെയാണ്. സ്വതന്ത്രം. എന്നാൽ താന് പൗലോസിനെ കാണാൻ കാരാഗ്രഹത്തിൽ, റോമൻ കാരാഗ്രഹത്തിൽ വരുമ്പോൾ പുതപ്പും ചർമ്മലിഖിതവും കൊണ്ടുവന്ന പൗലോസിൻ്റെ നിര്യാണം കഴിഞ്ഞിരുന്നു 1 ദിവസങ്ങൾക്ക് മുമ്പ്. ഈ വാർത്തയറിഞ്ഞ ആ ദൈവമനുഷ്യന്റെ കയ്യിൽ നിന്നും ഈ പാണ്ടക്കെട്ട് താഴെ വീണ് ഉരുണ്ടുപോയെന്ന് ചരിത്രം പറയുന്നു. ആ പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതി. എന്തുകൊണ്ടാണ്? ഈ നിങ്ങൾ വീട്ടിൽ ചെന്ന് ഇതേ തിമോത്തിയോസിന്റെ ലേഖനം, 1 തിമോത്തിയോസിന്റെ ലേഖനം വായിക്കുമ്പോൾ പൗലോസ് തിമോത്തിയോസിനോട് ഇങ്ങനെ പറയുന്നുണ്ട്: എൻ്റെ മകനെ തിമോത്തിയോസെ, നിന്നെക്കുറിച്ച് മുമ്പുള്ള പ്രവചനത്തിന് ഒത്തവണ്ണം ഞാൻ നിന്നോട് അറിയിക്കുന്നു. അപ്പം നിന്നെക്കുറിച്ച് ഒരു പ്രവചനമുണ്ട്, നിന്നെക്കുറിച്ചൊരു പ്രോഫസി ഉണ്ട്. ആ പ്രവചനത്തിനൊത്തവണ്ണം ഞാനിത് നിന്നോട് അറിയിക്കുന്നു. അപ്പോൾ പൗലോസിന് നല്ലവണ്ണം അറിയാം തിമോത്തിയോസ് ആരാണ്, തിമോത്തിയോസിന്റെ ശുശ്രൂഷ എന്താണ്, തിമോത്തിയോസിനെ കൊണ്ട് ദൈവത്തിനെ ചെയ്യിപ്പിക്കാനുള്ളത് എന്താണെന്ന് വ്യക്തമായി അറിയാവുന്ന പൗലോസ് 2-ാം അധ്യായത്തിൽ 7 കോളിങ്ങിനെ കുറിച്ച് പറഞ്ഞു. പൗലോസ് പറയാണ്, തിമോത്തിയോസെ, നിന്റെ വിളി സാധാരണ വിളിയല്ല, നിന്റെ വിളി അസാധാരണമായ വിളിയാണ്. ഒരു സ്വതന്ത്രം ചെയ്യാൻ പറ്റുമോ? അതായിരുന്നു ഇന്നലെ ഞാൻ തൊട്ടത്. അപ്പം നമ്മളെ കുറിച്ചുള്ള ഒരു കോളിങ് വലുതാണ്. അമ്മേ അല്ലെ, നമ്മളെ കുറിച്ചുള്ള കോളിങ് വലുതാണ്. സ്തോത്രം. നല്ലൊരു ആമേൻ പറയാൻ പറ്റുമോ? എന്റെയും നിങ്ങളുടെയും വിളി ചെറുതല്ല മക്കളെ. ഇത് മനസ്സിലാക്കിയാൽ നമ്മുടെ അന്തരീക്ഷം മാറും. ഇതായിരുന്നു എൻ്റെ മെസ്സേജ് ഇന്നലെ. പക്ഷെ ഇന്നലെ നമ്മൾ 1-ാമത്തെ വിഷയത്തിൽ നിർത്തി. 1-ാമത്തെ കോളിംഗ് ആണ് എൻ്റെ മകൻ. നമ്മൾ അവൻ്റെ മക്കളാണ്. സ്തോത്രം. നമ്മൾ ആരാണ്? യേശുവിൻ്റെ മക്കളാണ്. അത് ഇന്നലെ തൊട്ടിട്ട് ഞങ്ങൾ നിർത്തി. ബാക്കി ഇന്ന് തുടരുന്നു. മക്കൾ എങ്കിൽ നമ്മൾ ആരാണ്? അവകാശം. വാഗ്ദത്ത പ്രകാരം നമ്മൾ ആരാ? കൂട്ടവകാശിയാണ്. അപ്പൊ മക്കൾക്കെന്നും ഒരു പ്രിവിലേജ് ഉണ്ട്. മക്കൾക്കെന്നുണ്ട്. എവിടെ ചെന്നാലും മക്കൾക്ക് ഒരു പ്രിവിലേജ് ഉണ്ട്. ഞാൻ ഒരു ചെറിയ നടന്നൊരു കാര്യം പറയാം. ഒരിക്കല് എൻ്റെ വീട്ടിൽ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷേ ഞങ്ങൾ വൈകിട്ട് 4 മണിക്ക് എറണാകുളത്ത് തുണിയെടുക്കാൻ പോയ മോളുടെ കല്യാണത്തിന് വരുന്ന വഴിക്ക് പാസ്റ്റർ വീട്ടിൽ കയറുന്നുണ്ട്. നമ്മുടെ ആ ഹൈവേയുടെ സൈഡ് ആയതുകൊണ്ട് ഞാൻ നോക്കിയാ വാ. ഞാൻ അടുത്ത ഹോൾമെയിൻ സെന്റ് മേരീസ് ബേക്കറി പോയി നല്ല ചൂട് അലുവ കിട്ടി. അലുവ വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് മുറിച്ച് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചു. പഴമൊക്കെ കൊണ്ടുവന്ന് വെച്ചു. എല്ലാം വെച്ചിട്ട് അവർ റോട്ടിൽ വന്നിട്ടോ ഇവരെ കൂട്ടാൻ വേണ്ടി റോട്ടിലോട്ട് പോയി. ഞാൻ തിരിച്ചു വരുമ്പോൾ വൈഫ് എന്നോട് പറഞ്ഞു, ഒന്നിങ്ങ് വന്നേ. എന്നാ പറ്റി? എത്ര കിലോ അലുവ മേടിച്ചേ? ഞാൻ 1 കിലോ. 1/2 കിലോ മൂത്തവൻ അടിച്ചു. ഞാൻ ഈ ആളെ കൂട്ടാൻ പോയ തക്ക സമയത്ത് ഇവ മേശപ്പുറത്തിരുന്ന നല്ല ചൂടലുവല്ലേ, അവനങ്ങ് അടിച്ചു. അവൻ അലുവ തിന്നാത്തവനാ, പക്ഷെ അന്ന് അവൻ അലുവ കഴിച്ചു. അവൻ ഈ ഹലുവ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മമ്മി വന്നിട്ട് വിടാന്ന് വിളിച്ചു. എന്താ നീ കാണിക്കുന്നേ? അപ്പോൾ ഉടനെ അവനൊരു പദം പറഞ്ഞു. എനിക്കൊന്ന് 4 വയസ്സ് 5 വയസ്സേ ഉള്ളൂ. അവൻ പറഞ്ഞു, മമ്മിക്ക് എന്താ കാര്യം? മമ്മി എന്തിനാ ഈ വിഷയത്തെ ഇടപെടുന്നത്? മമ്മി പിന്നെ ഞാൻ ഏത് വിഷയത്തെ ഇടണം? ഇതെൻ്റെ പപ്പ മേടിച്ചോണ്ട് വന്നത്, ഞാൻ തിന്നും, ഞാൻ കളയും, എനിക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യും. മമ്മി വെച്ച് നീ എന്താടാ പറയുന്നത്? ഞാൻ ഇനിയും തിന്നും. അവന് ഒരെണ്ണം കൂടി എടുത്ത് കഴിച്ചു. എൻ്റെ പപ്പ കൊണ്ടുവന്നത് ഞാൻ എന്തും ചെയ്യും. അപ്പൊ ഇവൾ എന്നോട് പറഞ്ഞു, ഇവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ, നീയാടെ അസൽ മകൻ, നീയാണ് അസൽ മകൻ അല്ലേ? അവനാണ് അസൽ മകൻ. അവൻ എന്തറിയാം? എൻ്റെ അപ്പം കൊണ്ടുവന്നതാണെങ്കിൽ അത് എനിക്കുള്ളതാ. മനസ്സിലായോ? ഇങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ അകത്ത് വന്നാൽ ഇന്ന് നിങ്ങൾ ആള് മാറും. എൻ്റെ അപ്പന് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എൻ്റെതാ. ഒരാമേൻ പറ അല്ലേ? ഞാൻ ഈ വേദപുസ്തകത്തിൽ മുടിയംപുത്രൻ എന്ന് നമ്മൾ പറയത്തില്ലേ? ഞാൻ ഒരിക്കലും അവനെ മുടിയെന്ന് പറയത്തില്ല. അവൻ ഗുഡ് മെമ്പറാ. അവൻ ആരാ? അടുത്തിരിക്കുന്ന ആളോട് അവൻ മുടിയനല്ല, അവൻ നല്ലവനാന്ന് പറ. ആമേൻ. സ്തോത്രം.
ഈ മുടിയനെന്ന് വിളിക്കേണ്ടത് വീട്ടിൽ വേറെ ഒരുത്തൻ താമസിക്കുന്നില്ലേ, അവനെയാണ് എന്തെന്ന് വിളിക്കേണ്ടത്? അവനാ മുടിയനെന്ന് വിളിക്കണ്ടേ. എന്ന കാര്യം എന്നറിയോ? പക്ഷെ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഇവർ രണ്ടുപേരും കൂടി ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, രണ്ടുപേരും കൂടി വേണം ഒരു മുറിക്കകത്തായിരിക്കും കിടക്കുന്നത്. പക്ഷേ എൻ്റെ അപ്പൻ്റെ കയ്യിൽ എനിക്ക് വരേണ്ട വസ്തുവിൻ്റെ പങ്ക് ഉണ്ടെന്ന് ഇളയവനാ ബോധ്യം വന്നേ. അവൻ ദൂർത്തടിച്ചത് പോക്കെ, അത് അവൻ്റെ കൈമോശം. പക്ഷേ എൻ്റെ അപ്പൻ്റെ പക്കൽ എനിക്ക് തരാൻ ഒരു അവകാശമുണ്ട് എന്നുള്ളത് ഇളയവനാ കത്തിയത്. സ്വതന്ത്രം ചെയ്യാൻ പറ്റുമോ? രാമൻ പറ. എന്ന് വെച്ചാൽ ഇന്ന് രാത്രി നിങ്ങൾ അറിയണം, നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരാൻ നിങ്ങളുടെ അപ്പൻ്റെ പക്കലുണ്ട്. അമ്മേ, അതിലോട്ട് നിങ്ങൾ തിരിച്ചു വരിക. അപ്പൊ ഞാനും നിങ്ങളും ആരാണ്? ഒന്നാമത്തെ ക്രിസ്ത്യൻ കോളിങ് നമ്മൾ ആരാണ്? മക്കൾ. എന്നിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞു, മക്കളായിട്ടിരുന്ന പോരാ, മക്കൾ എന്ത് ചെയ്യണം? വളരണം. വളരണമെങ്കിൽ 4 കൂട്ടം കാര്യം വേണം. ഒന്ന്, നല്ല ഫുഡ് വേണം. എന്താ ഫുഡ്? വചനമാണ് ഫുഡ്. 2, പ്രാണവായു വേണം. എന്താണ് പ്രാണവായു? പ്രാർത്ഥനയാണ് പ്രാണവായു. 3, എക്സസൈസ് വേണം. എന്താണ് എക്സസൈസ്? കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണം. അഴച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ചെയ്യണം. 4-മത്തത്, എക്സസൈസ് കഴിഞ്ഞ പോരാ, വിശ്രാമം വേണം, റെസ്റ്റ് വേണം. എന്താ റെസ്റ്റ്? അന്യ ഭാഷയിലുള്ള ആരാധന. യെശയ്യാ 28:11 അല്ലേ? 28:11-12 വിക്കി പറയുന്ന അധരങ്ങളാൽ ഞാൻ ഈ ജനത്തോട് സംസാരിക്കും, ഇതാകുന്നു അവരുടെ സ്വസ്ഥത. അന്യഭാഷ ചെറുതല്ല, അന്യഭാഷ വലുതാണ്. ഞാൻ ഇന്ന് പ്രസംഗം തീരുന്നതിന് മുൻപ് അന്യഭാഷയുടെ അതിൻ്റെ ശക്തിയെക്കുറിച്ച് ദൈവം അനുവദിച്ചാൽ ഞാൻ ഇന്ന് രാത്രി തൊടും. ആമേൻ. അന്യഭാഷ എന്തെന്ന് നിങ്ങൾ തിരിച്ചറിയണം. സ്വതന്ത്രം ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് അവിടെ പറയുകയാണ്, വിശ്രാമം വേണം. ആമേൻ. ഇനി വേദപുസ്തകത്തിൽ എത്ര മക്കളുണ്ട്? വേദപുസ്തകത്തിൽ എത്ര മക്കളുണ്ട്? അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല, അല്ലേ? അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. എത്ര മക്കൾ വേദപുസ്തകത്തിലുണ്ട് എന്നറിയാമോ? പഴയ നിയമത്തിൽ പുത്രത്വം ഉണ്ടോ? പഴയ നിയമത്തിൽ പുത്രത്വമുണ്ടോ? പഴയ നിയമത്തിൽ മക്കൾ, അപ്പൻ എന്ന പദവി ഉണ്ടോ? ഉണ്ട്. എവിടെയാ? അപ്പനും മക്കളും എന്നുള്ള ബന്ധം പഴയ നിയമത്തിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നിങ്ങൾ ചുമ്മാ ഉണ്ടെന്ന് പറയാതെ. ഉണ്ട്. പക്ഷേ ഓക്കെ, അത് അച്ഛൻ പറഞ്ഞു, ഞാൻ തെറ്റിയുന്നില്ല. അവരോട് ദൈവം പറഞ്ഞിരിക്കുന്നത്, ഈ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാം എൻ്റെ സ്നേഹിതനെന്ന. അപ്പൊ അബ്രഹാം മകനല്ല, അബ്രഹാം ആരാ? സ്നേഹിതന. പഴയ നിയമ ഭക്തന്മാരെല്ലാം സ്നേഹിതന. ഒടുവിലത്തെ പഴയ നിയമത്തിന്റെ കണ്ണിയായ യോഹന്നാൻ വരെ, യോഹന്നാൻ പറഞ്ഞു, മണവാട്ടി ഉള്ളവൻ മണവാളൻ, മണവാളന്റെ സ്നേഹിതനോ അവന്റെ ശബ്ദം കേൾക്കുന്നു. അപ്പൊ പഴയ നിയമത്തിലെ ഒടുവിലത്തെ വഴികാട്ടിയായ യോഹന്നാൻ വരെ പഴയ നിയമത്തിൽ ആരാണ്? സ്നേഹിതനാണ്. എന്നാൽ പുത്രത്വം ആരംഭിക്കുന്നത് പുതിയ നിയമത്തിലാണ്. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ എന്ത് കൊടുത്തു? പക്ഷേ റിജോയ്സ് സഭ ഇന്ന് രാത്രി ഒരു സത്യം അറിയാൻ പോകുകയാണ്. എന്താണെന്നറിയാമോ? പഴയ നിയമത്തിൽ പുത്രത്വം ഇല്ല മോനെ. പഴയ നിയമത്തിൽ പുത്രത്വമില്ല. എന്നാൽ പഴയ നിയമത്തിൽ പുത്രത്വം ഉണ്ടായിരുന്നു. ഒരൊറ്റ മകൻ ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്കറിയാമോ? അറിയണമെങ്കിൽ വേഗത്തിൽ ഞാൻ വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം. കുറിച്ചെടുക്കേണ്ടവർ കുറിച്ചെടുക്കണം. ലൂക്കോസ് 3:38 വാക്യം ഞാൻ വായിച്ചു കൊള്ളാം. കൈനാൻ ഏനോസിന്റെ മകൻ, ഏനോസ് ശേത്തിന്റെ മകൻ, ശേത്ത് ആദാമിന്റെ മകൻ, ആദാം ദൈവത്തിന്റെ മകൻ, which was the son of God. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. ആരാണ് ആദാം? ആദാമിനെ കുറിച്ച് പറയുന്നു, ആദാം ദൈവത്തിന്റെ മകനാണ്. ലാസ്റ്റ് വാക്യം, ആദാം ദൈവത്തിന്റെ. അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിൽ ഒരൊറ്റ സൺ ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യനെ ഉള്ളൂ, അത് ആദാമാണ്. നിങ്ങൾക്ക് കാര്യം പിടുത്തം കിട്ടിയോ? പഴയ നിയമത്തിൽ ഒരൊറ്റ പുത്രത്വമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ആദാമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇനി ആ മകന്റെ മേൽ ഉണ്ടായ ക്വാളിറ്റി കൂടി പറയാം. അവന്റെ മുമ്പിലാണ് സകലത്തെയും ദൈവം ഇറക്കി വിട്ടത്. അവനാണ് എല്ലാത്തിനും പേരിട്ടത്. അവന്റെ നാവിൽ ഒരു അധികാരമുണ്ടായിരുന്നു, അവന്റെ ശരീരത്തിന്റെ മേൽ ഒരു അധികാരമുണ്ടായിരുന്നു. ഒന്നാമത്തെ പുത്രത്വത്തിൽ നിന്ന് ആദാമിന്റെ മേൽ ഒരധികാരമുണ്ടായിരുന്നു. ഇനി ഒന്ന് ശ്രദ്ധിക്കണേ, ഒന്നാമത്തെ പുത്രനിൽ ഉണ്ടായ അധികാരം എന്താണ്, എങ്ങനെയാണ് പറഞ്ഞു തരാം. അവർ കഴിക്കരുത് എന്ന് പറഞ്ഞത് കഴിച്ചപ്പോൾ എന്ത് പോയി?
തേജസ് പോയി. യെസ്, ആ വാക്യം എനിക്ക് തേജസ് പോയി. തേജസ് പോയി എന്ന് പറയുമ്പോൾ അവരുടെ എന്ത് പുത്രത്വം പോയി. എന്താ തേജസ്സും പുത്രത്വം തമ്മിലുള്ള ബന്ധം? കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 2-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ഇങ്ങനെ എഴുതി, തേജസ്സിന്റെ കർത്താവിനെ അവർ അറിഞ്ഞിരുന്നെങ്കിൽ അവർ അവനെ ക്രൂശിക്കത്തില്ലായിരുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ തമ്പുരാൻ അവൻ എന്താണ്? തേജസ്സിന്റെ കർത്താവാണ്. ആദാമിൽ ഹവ്വയിൽ ഉണ്ടായ തേജസ് അത് പുത്രത്വത്തിന്റെ തേജസ്സാണ്. കഴിച്ചപ്പോൾ തേജസ് പോയി, പകരം പുത്രത്വം നഷ്ടപ്പെട്ടു. പുത്രത്വം നിലനിന്നപ്പോൾ അവരുടെ മേലൊരു അധികാരമുണ്ടായിരുന്നു. പുത്രത്വം വീണപ്പോൾ അവരുടെ വാക്കിനകത്തൊരു അധികാരമുണ്ടായിരുന്നു. എന്നാൽ 1-ാമത്തെ ആദാമായ ആദാം പുത്രത്വത്തിൽ നിന്ന് വീണു പോയപ്പോൾ ഇത് 2-ാമതൊരു പുത്രൻ രംഗപ്രവേശനം ചെയ്തു. യോഹന്നാൻ 3:16 തൻ്റെ ഏകജാതനായ പുത്രൻ, തൻ്റെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ? അഭിഷേകത്തിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങി. 2-ാമത്തെ വേദപുസ്തകത്തിലെ പുത്രനാണ് തൻ്റെ ഏകജാതനായ പുത്രൻ. നിങ്ങൾ ശ്രദ്ധിക്കണമേ, 1-ാമത്തെ പുത്രനിൽ വ്യാപരിച്ചതിനേക്കാൾ ഡബിൾ പോർഷൻ അനോയിന്റിങ്ങോടെ, ഇരട്ടി അഭിഷേകത്തോടെയാണ് 2-ാമത്തെ ആദാമിൽ വ്യാപരിച്ചത്. 2-ാമത്തെ പുത്രനിൽ വ്യാപരിച്ചത് 1-ാമത്തെ ആദാമിൽ വ്യാപരിച്ചതിനേക്കാൾ ഇരട്ടിയാണ്. അതുകൊണ്ടാണ് പ്രവൃത്തി പറയുന്നത്, നസറനായ യേശുവിനെ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ഇന്ന് നിങ്ങളൊരു മിനിസ്ട്രി ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിനും ശക്തിയും നിങ്ങൾ നിറഞ്ഞിരിക്കണം. പരിശുദ്ധാത്മാവിനെ മാത്രം പ്രാപിച്ച പോരാ, ശക്തിയുടെ അഭിഷേകം നിങ്ങളുടെ മേൽ വേണം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച നിങ്ങൾ ഇന്ന് രാത്രി ശക്തി പ്രാപിക്കണം. അതുകൊണ്ട് യേശു പറഞ്ഞത്, നിങ്ങൾ അവൻ ഭൂലോകം മുഴുവൻ പോകുന്നതിന് മുൻപ് പോകാൻ വരട്ടെ, ആദ്യം കാത്തിരുന്ന് ശക്തി പ്രാപിക്ക്. ശക്തി പ്രാപിച്ചവൻ പോകട്ടെ. ഈ 20-ാമത്തെ രാത്രി റിജോയ്സ്, ദൈവസഭക്കകത്ത് ആ ശക്തി വ്യാപരിക്കുകയാണ്, ആ കൃപ വ്യാപരിക്കുകയാണ്. ഇഷ്ടമുള്ളവർ പ്രാപിച്ചോ, പ്രാപിക്കാൻ മനസ്സുള്ളവർ പ്രാപിച്ചോ. ഇന്ന് രാത്രി വേളയില് പെന്തക്കോസ്ത് ദിവസം 120 പേരുടെ മേൽ വ്യാപരിച്ചതുപോലെ ഒരു ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. ആ ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കണം. ആ ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കണം. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം കേട്ടോ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ശക്തിയും നിങ്ങളുടെ മേൽ വ്യാപരിച്ചാൽ നിങ്ങൾ ആളും മാറിയതുപോലെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം മോനോട് ഇന്നലെ സംസാരിച്ചല്ലേ, അബുദാബിയിൽ അല്ലേ. ഞാൻ 20 വർഷങ്ങൾക്ക് മുമ്പ് മോൻ അബുദാബിയിൽ നിന്നാണ് വന്നത്. 20 വർഷങ്ങൾക്ക് മുമ്പ് IPCയുടെ ഒരു ചർച്ച ഉണ്ട് അവിടെ, പോലീസ് ചാക്കോ എന്ന് പറയും. അറിയാല്ലേ, ഫേമസ് മനുഷ്യനാ, തീ പോലത്തെ ഒരു മനുഷ്യനാ. ഒരൊറ്റ മനുഷ്യൻ മുമ്പിൽ നിൽക്കത്തില്ല, തീ പോലത്തെ ഒരു മനുഷ്യൻ. ആ മനുഷ്യന് ഒരു 3 ദിവസത്തെ മീറ്റിംഗ് വെച്ചു. എന്താ പരിപാടി എന്നറിയോ? അഭിഷേകത്തിന് വേണ്ടി ഒരു മീറ്റിംഗ്, എല്ലാവരും ആത്മാവെന്നറിയാൻ വേണ്ടി മീറ്റിംഗ്. ഞങ്ങൾ 2 പേരാ പ്രസംഗിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് PhD കൊടുക്കുന്ന, ഒരു ഡോക്ടറേറ്റ് കൊടുക്കുന്ന ഒരു പ്രൊഫസർ വന്നിരുന്നു. സ്വത്രം. പുള്ളി ആദ്യം പ്രസംഗിക്കും, 2ാമത് ഞാൻ പ്രസംഗിക്കണം. സ്വത്രം ചെയ്തേ. പുള്ളി ഇത്രയും സർട്ടിഫിക്കറ്റും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഓരാമൻ പറ. അപ്പൊ എന്നോട് പുള്ളിക്കാരൻ പറഞ്ഞു, അമേരിക്കയ്ക്ക് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പുള്ളി ആദ്യം പ്രസംഗിക്കും, പിന്നെ മോൻ പ്രസംഗിക്കണം. ആമൻ. ഞാൻ കർത്താവ് എന്ത് ഇയാളെല്ലാം പറയും. എന്നാ പറയുന്ന പുള്ളി കയറി അങ്ങ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഗ്രീക്ക്, എബ്രായ, ഹീബ്രു ഇതെല്ലാം പഠിപ്പിച്ചു. അടുത്ത ഉച്ചക്കത്തെ ക്ലാസ് എനിക്കാ. സ്വത്രം ചെയ്തേ. അവൻ എവിടെ ചെന്നാലും എനിക്ക് ഉറക്കുന്ന സമയമേ തരത്തുള്ളൂ. ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയം എനിക്കേ തരത്തുള്ളൂ. എന്തോന്നറിയത്തില്ല. എവിടെ ക്യാമ്പിന് പോയാലും ഉച്ച കഴിഞ്ഞുള്ള സമയം തരത്തുള്ളൂ. ഓക്കെ, പറയട്ടെ. ഉച്ച കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥന മുറിയിൽ നിന്ന് ഇറങ്ങി. ഞാൻ കർത്താവേ, ഇവർ നൂമ പഠിച്ചു, പിന്നെ എന്തൊക്കെയാ ഭാഷ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പഠിച്ചു. ഇവര് ഉച്ചക്കത്തെ സെക്ഷൻ വന്ന് ഞാൻ പരിശുദ്ധാത്മാവേ, എനിക്ക് നൂമായും അറിയില്ല, റൂഹായും അറിയത്തില്ല, എനിക്കൊന്നറിയാം, പരിശുദ്ധാത്മാവ് ശക്തിയാണ്. ഞാൻ ഇതുപോലെ എഴുന്നേറ്റ് കീബോർഡ് വായിച്ചു ഒന്ന് നോട്ട്സ് പിടിക്കാൻ പറഞ്ഞു. 2 പാട്ടിന്റെ വരി അങ്ങ് പാടി. ഞാൻ പരിശുദ്ധാത്മാവേ ഒന്ന് തൊടി, എല്ലാ അഭിഷേകം പ്രാപിച്ചു.
എല്ലാ അഭിഷേകം പ്രാപിച്ചു. അപ്പൊ ഈ രാവിലെ പഠിപ്പിച്ച അച്ചായൻ സ്റ്റേജിൽ ഇരിപ്പുണ്ട്. പുള്ളി കോട്ട് സൂട്ടൊക്കെ ഇട്ടായിരിക്കുന്നത്. എല്ലാം നിറഞ്ഞ അഭിഷേകം പ്രാപിച്ചപ്പോ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ഒരാൾ വന്ന് മുമ്പിൽ മുട്ടുകുത്തിയിരിക്കുന്നു. ആ കൈ എന്റെ മേലും ഒന്ന് വെച്ചേ. അച്ചായൻ ആത്മാവിലാ നിറഞ്ഞു. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാ, പുസ്തകത്തിലുള്ളതല്ല നമുക്ക് വേണ്ടത്, അത് കാണാതെ പഠിച്ചതല്ല നമുക്ക് വേണ്ടത്. ഇന്ന് രാത്രി ശക്തി വേണം, ഇന്ന് രാത്രി ശക്തി വേണം. അവൻ ശക്തി വേണം, ശക്തി വേണം. അത് ആർക്ക് വേണം? ഇന്ന് രാത്രി ഞാനല്ല തരുന്നത്, പരിശുദ്ധ ആത്മാവ് ഇന്ന് രാത്രി വേളയിൽ ഈ ആലയത്തിനകത്ത് നിന്നെ ശക്തീകരിക്കാൻ പോകുക. തങ്കച്ചിറകടി, ആ തങ്കച്ചിറകടി, ആ തങ്കച്ചിറകടി, പരിശുദ്ധ ആത്മാവിന്റെ ആ തങ്കച്ചിറകടി ഇന്ന് രാത്രി ഇതിന്റെ നടുവിൽ ഉണ്ട്. കർത്താവിന്റെ ദൈവ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന നിങ്ങളെ ഞാൻ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇന്നലെയോ ഇന്നോ പ്രസംഗിക്കാൻ വന്നൊരു കണ്ണന പ്രസംഗകനൊന്നുമല്ല. ആമേൻ. 10-30 വർഷമായി സഭാ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവദാസന. 2, ആമേൻ, കേരളത്തിൽ പലയിടത്തും പോയി മീറ്റിംഗ് ഞങ്ങൾ നടത്തുന്നത് കൊണ്ട് പറയാം, നമ്മുടെ ഒരു പഠിച്ച 18 പട വെച്ച് നോക്കിയാൽ ഒരു പരിപാടി നടക്കത്തില്ല. ദേശത്തൊന്ന് 10 പിടിച്ചെടുക്കണമെങ്കിൽ, 10 സ്നാനപ്പെടുത്തണമെങ്കിൽ, അവന്റെ കയ്യിലിരിക്കുന്നതിനെ പിടിച്ചു കൊണ്ടുവരണമെങ്കിൽ ആത്മശക്തി പ്രാപിച്ചേ പറ്റൂ. അത് വേണം മക്കളെ. എന്ത് വേണം? ആത്മശക്തി വേണം. എന്ത് വേണം? ദൈവശക്തി വേണം. ഞാനൊരു വാക്യം ഇടാം, ഒന്നിട്ട് വായിക്കണമെന്നില്ല, ഞാൻ ഇടാം. മോനെ വായിച്ചേ, ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ലൂക്കോസ് 11:20. ലൂക്കോസ് 11:20. 13 11:20. എന്നാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ, അവൻ ഭൂതങ്ങളെ പുറത്താക്കണമെങ്കിൽ എന്ത് വേണം? എന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടും ഞാൻ പഠിച്ച പഠിത്തം കൊണ്ടും ഭൂതത്തിനടുക്ക ചെന്നതേ നോക്കിക്കേ, ഇത് PTH, ഇത് MA എന്ന് പറഞ്ഞ ഭൂതമൊന്നും പോകത്തില്ല മോനെ. പകരം ആത്മാവിന്റെ ശക്തി വേണം, അല്ലേ? അവിടെ വായിക്കും, എന്നാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. സ്പഷ്ടം. അപ്പൊ ദൈവശക്തി നമ്മുടെ മേൽ വന്നെങ്കിൽ മാത്രമേ നമുക്കൊരു തികഞ്ഞുള്ള ശുശ്രൂഷ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയുടെ വിജയം എന്നാണെന്നറിയാമോ? അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് മാത്രമാ അവർ പുറത്തോട്ട് ഇറങ്ങിയത്. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം, ആ വാക്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ദ കിങ്ഡം ഓഫ് ഗോഡ്, അല്ലേ? അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഫിംഗർ ഓഫ് ഗോഡ്. ആദ്യം വായിച്ചേ, ദ ഫിംഗർ ഓഫ് ഗോഡ്. താഴെ വായിച്ചത് ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുമെന്നാണെങ്കിൽ, ഞാൻ ഇംഗ്ലീഷ് വായിച്ചേ, ദ ഫിംഗർ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വിരൽത്തുമ്പ് കൊണ്ട് ആ ഭൂതങ്ങളെ പുറത്താക്കും. ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുമോ? ദൈവശക്തി പ്രാപിക്കും നിന്റെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുക. വിശ്വസിക്കുന്ന നിന്റെ മേൽ, ആത്മശക്തി പ്രാപിക്കുന്ന നിന്റെ മേൽ, പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന ദൈവജനത്തിന്റെ മേൽ ആ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി തൊടാൻ പോകുകയാണ്. നീ കരം നീട്ടുമ്പോൾ, നീ കൈ വെക്കുമ്പോൾ, നിന്റെ കരത്തിലൂടെ ദൈവശക്തി വ്യാപരിക്കും. ശബന തലകടകതല വിമാലക സന്ധേരമന. എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ഈ ക്രിസ്ത്യൻ കോളിങ്ങിനെ കുറിച്ച് എത്രമാത്രം തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു വിഷയം ഒന്ന് എടുത്ത് പറയണമെന്ന് എൻ്റെ ഹൃദയത്തിലൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഒന്ന് തൊടാൻ ഞാൻ ആഗ്രഹിക്കുക. ദൈവമക്കളെ, അപ്പോസ്തലർ 19-ാം അധ്യായം എടുത്തേ. ഞാൻ മടങ്ങി വരും കേട്ടോ, ക്രിസ്ത്യൻ കോളിങ്ങിലോട്ട് മടങ്ങി വരും. പക്ഷേ ഒന്ന് എടുത്തിട്ട മോനെ, അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചേ. അപ്പൊല്ലോസ് കൊരിന്ത്യയിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി. അത് നിർത്തിക്കോ. പൗലോസ് ഇപ്പൊ എവിടെ എത്തി? പൗലോസ് ഇപ്പൊ എഫെസോസിലെത്തി അച്ഛാ. പക്ഷെ കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് എഫെസോസിൽ എത്തുന്നതിന് മുൻപ് എഫെസോസിൽ പോകുന്ന വെളിപ്പാട് പറയുന്നുണ്ട്. ഒന്ന് വായിച്ചേ, 1 കൊരിന്ത്യ ലേഖനം എടുത്തേ, 16-8-9 വാക്യം. വേഗം കിട്ടോ, എന്നോടൊപ്പം വേഗം വരണം. 1 കൊരിന്ത്യ 16-8-9 വാക്യം. എന്താ വായിച്ചേ? എഫെസോസിൽ ഞാൻ പെന്തക്കോസ് വരെ എന്ത് ചെയ്യും? എനിക്ക് വലിയതും സഫലമായൊരു വാതിൽ തുറന്നിരിക്കുന്നു. എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, എനിക്ക് എഫെസോസിൽ ഒരു വാതിൽ തുറന്നിട്ടുണ്ട്. എന്ത് തുറന്നിട്ടുണ്ട്? എല്ലാരും പറഞ്ഞേ, ഒരു വാതിൽ തുറന്നിട്ടുണ്ട്. മോനെ, അടുത്ത വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, എതിരാളികൾ. അപ്പൊ തുറക്കപ്പെട്ട വാതിലിന്റെ മുമ്പിൽ എനിക്ക് എന്തുണ്ട്?
എനിക്ക് മുമ്പിൽ ദൈവം ചെയ്ത ഓപ്പണാക്കിയ വാതിലിന് മുമ്പിൽ എന്തുണ്ട്? അപ്പൊ എവിടെയാണോ ദൈവം നിനക്കൊരു വാതിൽ ഓപ്പൺ ചെയ്തത്, അതിന്റെ തൊട്ടടുത്ത് അതിനെതിരുണ്ട്, അതിന് എതിരാളികളുണ്ട്, അതിന് ശക്തികളുണ്ട്. തീർന്നില്ല. അടുത്ത വാക്യം കിട്ടിയ പോലെ 10-ാമത്തെ വാക്യം. തിമോത്തിയോസ് വന്നാൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിർഭയമായി നോക്കി, എന്നെ പോലെ തന്നെ അവൻ കർത്താവിന്റെ വേല ഇത്രയും കാര്യം ബോധിപ്പിച്ചിട്ട് പെന്തക്കോസ്ത് വരെ പാർക്കണമെന്ന് പറഞ്ഞ പൗലോസ് 3 ആഴ്ചത്തേക്ക് വേണ്ടി എവിടെ പോയി? എഫെസോസിൽ പോയി. ഇനി 19 വരാം. അപ്പോസ്തലർ 19 വരാം. 3 ആഴ്ചത്തെ പര്യടനത്തിന് വേണ്ടി മിഷണറി യാത്രയുടെ വേളയിൽ പൗലോസ് ഇപ്പൊ എഫെസോസിലെത്തി. വായിച്ചോ 19:1. എഫെസോസിലെത്തി. അടുത്ത വാക്യം, ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട്. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പോ എനിക്ക് വിശാലമായൊരു വാതിൽ തുറന്നു തന്നു എന്ന് പറഞ്ഞ പൗലോസ് 3 ആഴ്ച പെന്തക്കോസ്ത് വരെ പാർക്കാൻ വേണ്ടി എഫെസോസ് പട്ടണത്തിൽ ചെന്ന് കാലുകുത്തിയ പൗലോസ് അവിടെ ആരെ കണ്ടു? ചില ശിഷ്യന്മാരെ കണ്ടു. കണ്ട ഉടനെ കൈ കൊടുത്തിട്ട്, നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന വാഹനം ഏതാ? നിങ്ങൾ ഏത് ഫ്ലാറ്റിലാ താമസിക്കുന്നത്? നിങ്ങൾക്ക് എത്ര റിയാല് ശമ്പളമുണ്ട്? നിങ്ങൾ ഏത് ന്യൂഇൻഡി ആണോ, IPC ആണോ, ചർച്ചക്കോടാണോ? ഇതൊന്നുമല്ല ചോദിച്ചത്. പൗലോസ് ചോദിച്ചു, നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? മനസ്സിലായവർ ആമേൻ പറ. സഹോദരങ്ങളെ, എഫെസോസ് പട്ടണത്തിൽ കാലുകുത്തിയ പൗലോസ് ശിഷ്യന്മാരെ കണ്ടിട്ട് ചോദിക്കുക, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? 840 അടി നീളം, 250 അടി വീതി, 85 അടി ഉയരമുള്ള ഒരു മഹാക്ഷേത്രം എഫെസോസ് പട്ടണത്തിലുണ്ട്. ഇതൊക്കെ പ്രസംഗിക്കാൻ സമയം ചുരുക്കമായതുകൊണ്ട് ഞാൻ ഈ കയറ്റി പറയുന്നേ. 850 അടി നീളം, 260 അടി വീതി, 85 അടി ഉയരമുള്ള വെള്ള കല്ലിൽ കൊത്തിയെടുത്തൊരു മഹാക്ഷേത്രം എഫെസോസ് പട്ടണത്തിലുണ്ട്. അതിനകത്ത് അതിന്റെ ക്ഷേത്രത്തിന്റെ അത്ര ഹൈറ്റിൽ കൊത്തിയെടുത്ത ഒരു ദേവത ശക്തിയുണ്ട്. അവള് ആർത്തമിയസ് ദേവി എന്നാണ്. ആ ദേവത ശക്തി എഫെസോസ് പട്ടണം അല്ല, ഏഷ്യ മൈനർ മുഴുവൻ എന്ത് ചെയ്യാം? നിങ്ങൾ ശ്രദ്ധിക്കണേ, ഒരു ഡിസ്ട്രിക്ട് അല്ല, ഒരു ഗ്രാമമല്ല, ഒരു ഏഷ്യ മൈനർ മുഴുവൻ ഈ പിശാച് അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പട്ടണത്തിൽ കാല് വെച്ച ഉടനെ പൗലോസ് ചോദിക്കുക, ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? അങ്ങനെയാണെങ്കിൽ ആത്മാവിന്റെ വെളിപ്പാടുള്ളവൻ ഒരു കാര്യം കണ്ടു, ഈ അർത്തമിസ് ദേവിയെ തകർക്കണമെങ്കിൽ അവൻ അഭിഷേകമുള്ളവനെ കഴിയുകയുള്ളൂ, ആത്മനിറവ് പ്രാപിച്ചവനെ പറ്റുകയുള്ളൂ. ഒരു ഹല്ലേലൂയ എന്ന് ഉറക്കെ പറ. ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി അവൻ റിജോയ്സ് സഭയോട് ദൈവാത്മ പറയുന്നു, നിങ്ങൾ എന്ത് വേണേലും ആയിക്കോ, പക്ഷെ ആത്മശക്തി കുറയരുത്, ആത്മാവിന്റെ കൃപ ഇതിനകത്ത് കുറയരുത്, ആത്മാവിന്റെ ആരാധന കുറയരുത്, അഭിഷേകം ഇതിനകത്ത് കുറയരുത്. ഈ നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവിനെതിരെ ആവശ്യമില്ലാത്ത എഴുതുന്നവരുണ്ട്, പരിശുദ്ധാത്മാവിനെതിരെ അനാവശ്യമായി പറയുന്നവരുണ്ട്. പക്ഷെ ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിയണം, ആത്മശക്തി പ്രാപിക്കാതെ ഒന്നും നടക്കത്തില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ തൊട്ട് ഞങ്ങൾ ഈ ഉണർവിൻ്റെ പ്രാസംഗികരായതുകൊണ്ട് റിവൈവലിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ എല്ലായിടത്തും നടന്ന ഉണർവിനെ കുറിച്ച് ഞങ്ങൾ പഠിച്ചിട്ട് അതൊക്കെ ഇങ്ങനെ കാലക്കണക്കനുസരിച്ച് പ്രസംഗിക്കും. അന്നോട്ട് എൻ്റെ അകത്ത് കത്തുന്നതാ ജോൺ വെസ്ലി, ചാൾസ് ഫിന്നി, സ്മിത്ത് വിഗിൾസ്വർത്ത്, ഇങ്ങനെ ഒരുപാട് പേര്. പക്ഷെ എനിക്കൊരാഗ്രഹം, ഇവരൊക്കെ പോയിരുന്ന് പ്രാർത്ഥിച്ചെടുത്ത് എനിക്കും പോയി എന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ഈ കഴിഞ്ഞ വർഷം സ്മിത്ത് വിഗിൾസ്വർത്ത് എന്ന് പറയുന്ന 160 മരിച്ചവർ ഉയർപ്പിച്ച ദൈവദാസനെ താമസിച്ച വീട്ടിനകത്ത് പോയി. ഞാൻ 25 വർഷം താൻ ഇരുന്ന് പ്രാർത്ഥിച്ച വീട്ടിനകത്ത് പോയി പ്രാർത്ഥിച്ചു. അവിടെ ചെന്നപ്പോൾ അവിടെ കൊണ്ടുപോയ ദൈവദാസൻ പറഞ്ഞു, ദൈവദാസനെ, സ്മിത്ത് വിഗിൾസ്വർത്ത് ആദ്യമായി മരിച്ചവർ ഉയർപ്പിക്കാൻ തുടങ്ങിയത് ഒരു പ്രാർത്ഥന മുറിക്കകത്തെന്നാണ്. കാണണമെന്ന് ചോദിച്ചു. ഞാൻ കാണണമെന്ന് പറഞ്ഞു. എന്നെയും കൊണ്ട് ഒരു പർവ്വതത്തിന് മുകളിൽ പോയി. അവിടെ തണുപ്പെന്ന് പറഞ്ഞാൽ അസഹ്യമായ തണുപ്പാണ്. 2 പാറക്കെട്ടുകളാണ്. അതിൻ്റെ അകത്ത് നിന്നാൽ കൊടിയ കാറ്റാണ്. നമുക്ക് ഒരിക്കലും നിൽക്കാൻ ഒക്കത്തില്ല. ഞാൻ 2-3 സെറ്റർ
എടുത്തിട്ടാണ് അതിനകത്ത് നിന്നത്. ഈ മനുഷ്യൻ 9 വർഷം ഈ പാറ ഇടുക്കിൽ പോയിരുന്ന് എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകിട്ട് വരെ സ്മിത്ത് വികൽസുവരത്ത് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം തൻ്റെ കൂട്ടുകാരൻ വന്ന് തന്നോട് പറഞ്ഞു, എടാ നീ വരുന്നില്ലേ, നമ്മുടെ സ്നേഹിതന്റെ ഭാര്യ മരിച്ചുപോയി. താൻ പറഞ്ഞു, നിങ്ങൾ പൊക്കോ, ഞാൻ അല്പം കൂടി പ്രാർത്ഥിച്ചിട്ട് വരാം. ആ മലമുകളിൽ നിന്നും പ്രാർത്ഥിച്ചിറങ്ങി താഴോട്ട് വന്ന് കൂട്ടുകാരൻ്റെ ഭാര്യ മരിച്ച വീട്ടിലോട്ട് ചെന്നു. അവരെല്ലാം വാവിട്ട് കരയുമ്പോൾ സ്മിത്ത് വികൽസുവരത്ത് ആദ്യമായി ഒരു കാര്യം ചെയ്തു. ആ ഭാര്യയുടെ ഡെഡ് ബോഡി എഴുന്നേപ്പിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തി. എന്നിട്ട് കവളത്ത് പതുക്കെ ഒന്ന് ശാന്തമായി അടിച്ചുകൊണ്ട് പറഞ്ഞു, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ കണ്ണു തുറക്ക്. ആയിരക്കണക്കിന് ആളുകൾ കൂടി നിൽക്കുമ്പോൾ ആദ്യമായിട്ട് അവൻ മരിച്ച ആ സഹോദരി കണ്ണു തുറന്നു. അതിനുശേഷം 160 പേരെ ആ മനുഷ്യൻ ഉയർപ്പിച്ചു. താൻ പ്രാർത്ഥിച്ച പാറക്കെട്ടിനകത്ത് കയറി ഞാൻ പ്രാർത്ഥിച്ചു. താൻ പ്രാർത്ഥിച്ച വീടിനകത്ത് കയറി ഞാൻ പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് ഞാൻ നേരെ ജോൺ വെസ്ലി അവൻ പ്രസംഗിച്ച കൂടാരത്തിനകത്ത് പോയി. അവൻ താൻ പ്രസംഗിച്ച കൂടാരത്തിനും താൻ പ്രസംഗിച്ച പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് ഞാൻ യേശുവിനെ പ്രസംഗിച്ചു. അവൻ വെയിൽസിലെ ഉണർവ് നടന്ന സ്ഥലമില്ലേ, അവിടെ പോയി വെയിൽസിൽ ഉണർവ് നടന്ന പള്ളിക്കകത്ത് നിന്ന് ദൈവവചനം ഞാൻ പ്രസംഗിച്ചു. ജോർജ് മുള്ളർ പ്രസംഗിച്ച പ്രസംഗപീഠത്തിനകത്തിരുന്ന് ഞാൻ യേശുവിനെ പ്രസംഗിച്ചു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നാം ഉണർവിന് വേണ്ടി പ്രസംഗിച്ച പല പ്രസംഗകരുടെ പ്രസംഗപീഠത്തിലും കയറി ദൈവവചനം പ്രസംഗിപ്പാൻ എനിക്കൊരു ഭാഗ്യമുണ്ടായി. അതിനകത്തുനിന്ന് വെളി വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, മലയാളിക്കെല്ലാം ഉണ്ട്, പക്ഷെ മലയാളിക്കില്ലാത്തത് ആത്മാവിന്റെ ശക്തിയാ. ഇന്ന് രാത്രിയിലെ മീറ്റിംഗ് കഴിഞ്ഞ് ഈ മുറിക്കകത്തുനിന്ന് പോകുമ്പോൾ നിന്റെ മേൽ ആത്മശക്തി വ്യാപരിക്കട്ടെ. ചിലതിനെ കീഴടക്കാൻ ആരാധിക്കാൻ കഴിയുന്നവർ കരമടിച്ചു ദൈവത്തെ ആരാധിച്ചു, ആത്മനിറവിലൊന്ന് ആരാധിച്ചു, ആത്മാവിന്റെ ശക്തി ഒന്ന് ഏറ്റെടുത്തോ. നിർത്തല്ലേ. ദൈവശക്തി വേണ്ടവര് ഇന്ന് രാത്രി ആത്മാവിലൊന്ന് ആരാധിച്ച് ദൈവത്തിന്റെ കൃപയേറ്റെടുക്ക്. നിങ്ങൾ കേട്ടിട്ടുള്ളതും നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ പറയുക, 1901 കാലഘട്ടത്തിൽ പറഹാൻ എന്ന് പറയുന്ന ഒരു ദൈവദാസന് ഒരു ബൈബിൾ കോളേജ് ഉണ്ടായിരുന്നു. ഒരു ബൈബിൾ കോളേജ്. ആഗ്നസ് ഉസ്മാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവിടെ ദൈവവചനം പഠിച്ചുകൊണ്ടിരുന്നു. താൻ മാത്രമല്ല, ആഗ്നസ് ഉസ്മാന്റെ കൂടെ ഏകദേശം 60-70ഓളം കുട്ടികൾ അവിടെ പഠിച്ചുകൊണ്ടിരുന്നു. താന് ഒരു മെത്തഡിസ്റ്റ് ചർച്ചുകാരനാ, നന്നായി വചനം പഠിപ്പിക്കും. അങ്ങനെ താൻ ഒരിക്കൽ ഒരു കൺവെൻഷന് വേണ്ടി അമേരിക്ക പോയപ്പോൾ ബൈബിൾ കോളേജിലെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഹോംവർക്ക് കൊടുത്തിട്ട് പോയി. എന്താണെന്നറിയാമോ, നിങ്ങൾ എല്ലാവരും അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം വായിച്ചു പഠിക്കണം. അങ്ങനെ ബൈബിൾ കോളേജിലെ കുഞ്ഞുങ്ങളെല്ലാം വരുന്ന അപ്പോസ്തല പ്രവൃത്തി വായിക്കാൻ തുടങ്ങി. ആത്മാവിനെ വിശ്വസിക്കാത്തവർ, പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ വിശ്വസിക്കാത്ത മെത്തഡിസ്റ്റുകാരുടെ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ പേര് ആഗ്നസ് ഉസ്മാൻ. അവൾ പഠിച്ചു വന്നപ്പോൾ ഒരു കാര്യം അവിടെ കണ്ണിൽപ്പെട്ടു. അവർ കൂടിയിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു. എല്ലാവരും അന്യഭാഷകളാൽ സംസാരിച്ചു. അടുത്ത വാക്യത്തിനകത്ത് അവർ കണ്ടു, പത്രോസ് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ മേൽ പരിശുദ്ധാത്മ വന്നു. അവൻ കൺവെൻഷൻ കഴിഞ്ഞ് പറഹാൻ എന്ന് പറയുന്ന ദൈവദാസൻ മെത്തഡിസ്റ്റ് ബൈബിൾ കോളേജിൽ തിരിച്ചു വന്നപ്പോൾ ആഗ്നസ് ഉസ്മാൻ എന്ന് പറയുന്ന 19കാരി ചെന്ന് മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, ഉപദേശി, ഞാൻ വേദപുസ്തകം വായിച്ചപ്പോൾ ബൈബിൾ പറയുന്നു പരിശുദ്ധാത്മാവിനെ അവർ പ്രാപിച്ചെന്ന്. പത്രോസ് കൈവച്ചപ്പോൾ അവർ ആത്മാവിൽ നിറഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വരണം. അവൾ മുട്ടൂത്തിയപ്പോൾ പറഹാൻ പറഞ്ഞു, ഞാൻ അഭിഷേകം പ്രാപിച്ചതല്ല, ഞാൻ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നില്ല, ഞാൻ ഇതുവരെ അന്യഭാഷ പറഞ്ഞിട്ടില്ല. പക്ഷെ ആഗ്നസ് ഉസ്മാൻ പറഞ്ഞു, പാസ്റ്ററെ, താങ്കൾ പറഞ്ഞിട്ടില്ലായിരിക്കാം, താങ്കൾ പറയാത്തത് കൊണ്ട് ആത്മാവില്ലെന്നല്ല, താങ്കൾ പറയാത്തത് കൊണ്ട് ശക്തി ഇല്ലെന്നല്ല. കൈവെക്കാൻ പറഞ്ഞു. പറഹാൻ കൈവച്ചതും ആഗ്നസ് ഉസ്മാൻ അടിച്ചു താഴെ വീണു. അന്യഭാഷ പറയാൻ തുടങ്ങി. താൻ പറഞ്ഞ അന്യഭാഷ ചീന ഭാഷയായിരുന്നു.
താൻ പറഞ്ഞത് ചൈന ഭാഷയാണ്. ചൈന ഭാഷയിൽ താഴെ വീണ് അന്യഭാഷ പറഞ്ഞു. ആ അന്യഭാഷ പറഞ്ഞ കൂട്ടത്തിൽ ഒരു നീഗ്രോ ഉണ്ടായിരുന്നു, കറുമ്പൻ ഉണ്ടായിരുന്നു. അതേ ബൈബിൾ കോളേജിൽ പഠിച്ചത്. അവനിലേക്ക് ഈ അഭിഷേകം ചലിച്ചു. സ്വത്രം ചെയ്തേ അവൻ അവിടെ നിന്നൊരു ഉണർവ് ആരംഭിച്ചു. കേൾക്കണോ നിങ്ങൾക്ക്? ആ പറഖാന്റെ ബൈബിൾ കോളേജിൽ നിന്ന് അസൂസ സ്ട്രീറ്റിലേക്ക് പോയ ആ നീഗ്രോയിൽ ആരംഭിച്ചതാണ് അസൂസ സ്ട്രീറ്റിലെ ഉണർവ്. ഒരു ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. ഇന്ന് രാത്രി സണ്ണിച്ചായ എന്തുകൊണ്ടോ എന്റെ ദൂത് മാറിയതുകൊണ്ട് പറയാ. ആര് വിമർശിച്ചാലും ആരെല്ലാം എതിര് പറഞ്ഞാലും ഈ രാത്രി ഇതിനകത്ത് ആത്മസാന്നിധ്യം ചലിക്കുന്നുണ്ട്. ആരുടെയോ ശരീരത്തിന്റെ മേല് അഭിഷിക്തൻ തുടങ്ങിയപ്പോൾ ഇന്ന് രാത്രി പറഞ്ഞതുപോലെ ഒരു പരിശുദ്ധാത്മാവിന്റെ തീ ഇന്ന് രാത്രി നിന്മേൽ വീഴാൻ പോകുക. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇന്ന് രാത്രി നിന്മേൽ വീഴാൻ പോകുക. ആഗ്രഹമുള്ളവരെ തൃപ്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ ചലിക്കട്ടെ, ചലിക്കട്ടെ. ആത്മാവിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ആമേൻ. നാം അത് പ്രാപിച്ചേ പറ്റൂ. ഒരു ശുശ്രൂഷ ചെയ്യണമോ അത് പ്രാപിച്ചേ പറ്റൂ. ഒരു പാട്ട് പാടണോ അഭിഷേകത്തോടെ പാടണം. ഒരു ശുശ്രൂഷ ചെയ്യണോ അത് അഭിഷേകത്തോടെ ചെയ്യണം. ഒരു ഹല്ലേലൂയ പറ. ഞാൻ ഇങ്ങനെ പറയാച്ചാ, ഒറ്റ പാട്ടേ പാടിയുള്ളൂ, നീ അഭിഷേകത്തോടെ പാടും. ഞാൻ എന്റെ സന്തോഷത്തോടെ പറയുക, എന്റെ കൊടുക്കുന്നു അത്രയും ദൈവസഭ വളർന്നുകൊണ്ടിരിക്കും. 1 കൊരിന്ത്യർ 2:18 നാമോ ലോകത്തിന്റെ ഞാൻ വായിച്ചോളാം. നാമോ ലോകത്തിന്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള അത്രേ പ്രാപിച്ചത്. ജർമ്മനി പോയി നേഴ്സിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? താല്പര്യമുണ്ടോ? ഫ്രീ ആണ്. ജർമ്മനി പോവാൻ നേഴ്സിംഗ് പഠിക്കാൻ എന്താ നിങ്ങൾ പറയുന്നേ? USA-ലോ അമേരിക്കയിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ പോകുന്ന പോലെ 10-40 ലക്ഷം രൂപയൊന്നും കൊടുക്കണ്ട. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവിടെ പോയി എന്ത് ചെയ്യാം? നേഴ്സിംഗ് പഠിക്കാൻ ഒറ്റ കാര്യമുണ്ട്, ജർമ്മൻ ഭാഷ പഠിക്കണം. ജർമ്മൻ ഭാഷ പഠിച്ചാൽ അവിടെ എന്താ? ഫ്രീ ആണ്. മനസ്സിലായില്ലല്ലേ? ഞാനിങ്ങ് സരസമായിട്ട് പറയാം. അന്യഭാഷ പ്രാപിച്ചാൽ സകലതും ഫ്രീ ആയിട്ട് കിട്ടും. ജർമ്മൻ ഭാഷ പഠിച്ചാൽ അവിടെ പഠിക്കാൻ ഫ്രീയാ എന്നതുപോലെ അന്യഭാഷയിൽ ആരാധിക്കാൻ തുടങ്ങുന്ന നിനക്ക് ചിലതൊക്കെ ദൈവം നൽകി തരും. അമ്മേ നാമോ എല്ലാവരും വായിച്ചേ. ലോകത്തിന്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയ അറിവിനായി എന്ത് വേണം? നമ്മുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കണം. മക്കളെ, എന്ത് വില കൊടുത്തും ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കണം. എൻ്റെ കോസ്റ്റൽ ഏരിയയിൽ, ഞങ്ങളുടെ കൊച്ചിയിൽ കോസ്റ്റൽ ഏരിയയിൽ ആദ്യമായിട്ട് പെന്തക്കോസ്തി വന്നത് എൻ്റെ മദർ ലോയ. ക്യാൻസർ വന്ന്, യൂട്രസ് ക്യാൻസർ വന്ന് മരിക്കാൻ കിടന്ന് 6 ദിവസത്തിനകത്ത് മരിക്കുമെന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എഴുതി കൊടുത്തു. മരണത്തിന് വേണ്ടി കാത്തു കിടക്കുന്നു. അസ്ഥി പരുവത്തിൽ കിടക്കുക പ്രിയ മാതാവ്. 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത മോൾക്ക് 6 വയസ്സുണ്ട്, രണ്ടാമത്തെ മോൾക്ക് 3 വയസ്സുണ്ട്. 2 മക്കളും ദിവസങ്ങൾ എണ്ണിക്കിടക്കുന്ന അമ്മയെ മരണത്തിന് വേണ്ടി വിട്ടുകൊടുക്കാൻ കരഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാമോ, മുറ്റത്ത് പന്തലിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുക. വർഷങ്ങൾക്ക് മുമ്പ് ഇത് പഴുത്തിട്ട് സ്മെല്ല് കൊണ്ട് അടുത്തു നിൽക്കാൻ കഴിയുന്നില്ല. അത്രയും ഭയാനകമായ കാര്യം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇത് നട റോട്ടിൽ കൂടി 2 ഉപദേശിമാർ വിളിച്ചു പറയുന്നു, കാലം തികഞ്ഞിരിക്കുന്നു, യേശു വരുന്നു, അവൻ രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു. 2 ചെറുപ്പക്കാർ നാട്ടുകാർ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എവിടത്തുകാരാ? ഇങ്ങനെ ഒന്നും കണ്ടിട്ടില്ലല്ലോ ഞങ്ങളുടെ നാട്ടിൽ. അവർ പറഞ്ഞു, ഞങ്ങൾ പെന്തക്കോസ്ത് പാസ്റ്റർമാരാ, ബൈബിൾ കോളേജ് പഠനം കഴിഞ്ഞ് വന്നതാ. എൻ്റെ പേര് തോമസ് കുട്ടി, ഇവന്റെ പേര് ജോണിക്കുട്ടി പാസ്റ്റർ. റാന്നിക്കാരനാ, കുക്ക് ജോണി എന്നും അറിയാല്ലേ? കുക്ക് ജോണി പാസ്റ്റർ അറിയാം.
കുക്ക് ജോണി പാസ്, ഇവർ രണ്ടുപേരും ബൈബിൾ കോളേജിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇവരെ വിട്ടേക്കുക. അവരോട് പറഞ്ഞു, എൻ്റെ പൊന്ന് സഹോദരന്മാരെ, നിങ്ങൾ പറഞ്ഞ സത്യമാണെങ്കിൽ അവിടെ ഒരു ആൻറ്റി മരിക്കാൻ കിടക്കുക, 2 പെൺകുഞ്ഞുങ്ങളുണ്ട്, മരിക്കാൻ കിടക്കുക. ഡോക്ടേഴ്സ് 4 ദിവസമാണ് പറഞ്ഞിരിക്കുന്നത്, 1 ദിവസം കഴിഞ്ഞ് 3 ദിവസമേ ഉള്ളൂ, നിങ്ങൾ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ 2 ദൈവദാസന്മാർ വീട്ടിനകത്ത് വരുമ്പോൾ നാട്ടിലെ ജനം മുഴുവൻ മുറ്റത്ത് കൂടിയിട്ടുണ്ട്. അവരെ മുഴുവൻ വകഞ്ഞു മാറ്റി അകത്തോട്ട് കയറി തോൾസഞ്ചി തൂക്കി മാറ്റിയിട്ടിട്ട് രണ്ടുപേരും മുട്ടുകുത്തി കൈവച്ച് പ്രാർത്ഥിച്ചു. കണ്ണ് തുറന്നിട്ടേ ഇല്ല. ഇവർ കണ്ണടച്ച് അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ജനമെല്ലാം ആർപ്പിടാൻ തുടങ്ങി. എന്താ സംഭവിച്ചെന്നറിയാമോ? ജീവശവമായി കിടന്ന പ്രിയ മാതാവ് അവിടെ എഴുന്നേറ്റു. ദൈവം സൗഖ്യത്തിന്റെ കരം നീട്ടി, ദൈവം ആരോഗ്യം കൊടുത്തു. ആമൻ പ്രാർത്ഥിച്ചു വെള്ളം കൊടുത്തു. 3-ാം ദിവസം മരിക്കുമെന്ന് പറഞ്ഞ അമ്മച്ചി ആമൻ ഒരാഴ്ചക്കുള്ളിൽ എഴുന്നേറ്റ് ആഹാരം കഴിക്കാൻ തുടങ്ങി. ഇനി അടുത്തത് കൂടിക്കറിയാം, ആ 2 ദൈവദാസന്മാരെ ആ പ്രിയ മാതാവ് വിട്ടില്ല. അവരെല്ലാം കൂടി ആകെ ഒരു ബെഡ്റൂമേ ഉള്ളൂ. ഈ 2 ദൈവദാസന്മാർക്ക് വിട്ടിട്ട് വിറക് അപ്പനും അമ്മച്ചിയും ആമൻ അവർ അടുക്കളയിൽ കിടന്ന് ഒരു ബെഡ്റൂം ദൈവദാസന്മാർക്ക് വിട്ടുകൊടുത്തു. 11 വർഷം ആ വീട്ടിൽ ഈ 2 ദൈവദാസന്മാർ താമസിച്ചു. ഇന്ന് ആമൻ ഫോർട്ട് കൊച്ചി മുതൽ അന്ധകാരൻ അഴിയെന്ന് പറയുന്ന കോസ്റ്റൽ ഏരിയയിൽ 89 ചർച്ചുണ്ട്. ആരംഭിച്ചത് ആ വീട്ടിനകത്തുന്ന ഒരു ഹല്ലേലൂയ എന്ന് പറയുന്നേ. ആമേൻ. ആ ഒറ്റ വീട്ടിനകത്തുനിന്ന് ആരംഭിച്ച വർക്ക ഇന്ന് കോസ്റ്റൽ ഏരിയയിൽ 89 ചർച്ചുണ്ട്. ന്യൂ ഇന്ത്യ ചർച്ചക്കോടിന് ഒരുപാട് ദൈവസഭകൾ അവിടെ ആരംഭിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ പ്രദർശനശാലയാക്കി ദൈവം നിങ്ങളെ മാറ്റട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളെ, ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം 21-ാമത്തെ വാക്യം, ജനമെല്ലാം സ്നാനമേൽക്കയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാപന്ന ദേഹരൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു. അവന്റെ മേൽ ഇറങ്ങി വന്നു. ഞാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മേൽ കൈ കൂപ്പിക്കൊണ്ട് പറയുന്നു, നിങ്ങൾ ചെയ്യേണ്ട ശുശ്രൂഷ നിങ്ങൾ ചെയ്യണം. ചെയ്യുന്നുണ്ട് പറയുക, ഇനി ഇവിടെ ശുശ്രൂഷ ചെയ്യാൻ പുറത്തുനിന്ന് ആരും വരണമെന്നില്ല. ഇതിനകത്ത് കൃപയുള്ളവരുണ്ട്, അവര് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇനി ആര് സ്നാനപ്പെടുത്തണം? നിങ്ങൾ സ്നാനപ്പെടുത്തണം. ഇനി ആര് നിങ്ങൾ ശുശ്രൂഷ ചെയ്യണം. അങ്ങനെ ഇനി ഒരാളും വന്നു പോയി ഇവിടെ ഒന്നും ചെയ്യണ്ട. അഭിഷേകം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒരു നിങ്ങൾ എല്ലാ പാലും മറ്റുള്ളവരെ കൊണ്ട് നിങ്ങൾ ചെയ്യിക്കാൻ നിങ്ങൾ എഴുന്നേക്കത്തില്ല. അസൂയയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എല്ലാ കാലവും നിങ്ങൾ ചെയ്യാനുള്ള അഭിഷേകം അഭിഷേകം ഇതിനകത്ത് ഇറങ്ങി വരികയാ. ചില ദൈവദാസന്മാരുടെ മേൽ ഒരു നിയോഗം ഇന്ന് രാത്രി വെളിപ്പെട്ട് വരികയാ. നിങ്ങൾ ചെയ്യേണ്ട ശുശ്രൂഷകം നിങ്ങൾ ചെയ്തു തുടങ്ങണം. ഇതിനകത്തുനിന്ന് ശുശ്രൂഷകന്മാരെ എഴുന്നേൽക്കണം. നിങ്ങൾ അഭിഷേകത്തോടെ ശുശ്രൂഷ ചെയ്യണം. ഒരു കാര്യം പറയുക, അസൂയ ഇല്ലാതെ നിങ്ങൾ ശുശ്രൂഷ ചെയ്യണം. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ഇന്നെന്താ തൻ്റെ ഇടത്തോടെ പറഞ്ഞത്, എൻ്റെ കൂടെ 60 പാസ്റ്റർമാരുണ്ട്. അത് ന്യൂ ഇന്ത്യയുടെ അല്ല, എൻ്റെ കരങ്ങളാൽ രക്ഷിക്കപ്പെട്ട് ഞാൻ സ്നാനപ്പെടുത്തി ശുശ്രൂഷക്കിറങ്ങിയ 60 പാസ്റ്റർമാരുണ്ട്. പാസ്റ്ററിനറിയാം, അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. രക്ഷയിലേക്ക് കൊണ്ടുവന്ന 60 പാസ്റ്റേഴ്സ് ഉണ്ട്. അവരെ എല്ലാം ഞാൻ ശുശ്രൂഷിപ്പിച്ചു. ഞാൻ ഇതുപോലെ ഇരിക്കും. മക്കളെ, നിങ്ങൾ ചെയ്യണം. സ്നാനപ്പെടാൻ കൂട്ടമായി 10ഉം 12ഉം ഞങ്ങൾക്ക് ഒരാഴ്ച സ്നാനമില്ലാത്ത ഒരൊറ്റ ആഴ്ചയില്ല. എവരി സൺഡേ പുതിയ ആത്മാക്കളില്ലാത്തൊരൊറ്റ സൺഡേ ഇല്ല. പത്തനംതിട്ട എന്ന് വരെ ഞങ്ങൾക്ക് വിശ്വാസികളുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചത്തെ ലൈവ് നിങ്ങൾ എടുത്തു നോക്ക്. ഞാൻ ആ പത്തനംതിട്ട എന്ന് വന്ന കുടുംബത്തെ എഴുന്നേപ്പിച്ചിരുത്തി പറയുന്നുണ്ട്. പത്തനംതിട്ട എന്ന് വന്ന അച്ഛൻ എഴുന്നേറ്റ് 5 മണിക്ക് വെളുപ്പിന് അവിടെ നിന്ന് കയറും, 9 മണിക്ക് ചർച്ച വരും. കഴിഞ്ഞ ദിവസം ലൈവിലുണ്ട്.
കോഴിക്കോട് നിന്ന് മണ്ണാർക്കാടെന്ന് കൊച്ചി വരും, 9 മണിക്ക് ആലയത്തിൽ വരും. വേണേ ചക്ക, വേണ്ടാഞ്ഞിട്ട. നമ്മൾ ഊരത്തെ പിടിച്ച് 6 മണിക്ക് മീറ്റിംഗ് ആകുമ്പോ ആടിപ്പിടിച്ച് വരുന്ന വരവ് കണ്ട വന്ന് കയറുന്ന ഒരു സമയത്താ. ദൈവത്തിൽ ഒരു എരിവുണ്ടെങ്കിൽ നീ ഇതൊക്കെ ചെയ്യും. ഒരു സംഘടനയ്ക്ക് വേണ്ടി ചെയ്യരുത്, തമ്പുരാന് വേണ്ടി ചെയ്യണം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ആമൻ 33 തിരുവയസ്സുള്ള തമ്പുരാൻ, ആമൻ നൂൽ വസ്ത്രമില്ലാതെ, നമ്മൾ പറയുന്ന പോലെ ഒരു ചെറിയ ശീലം, ഒരു നൂൽ വസ്ത്രമില്ലാതെ, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമായി ആ ക്രൂശിൽ കിടന്ന എൻ്റെ അപ്പൻ അത്രയും മരിച്ചെങ്കിൽ അവനെ ആരാധിക്കാൻ നമ്മൾ എന്തിനാ മടി കാണിക്കുന്നേ? എന്തിനാ മടി കാണിക്കുന്നേ? എനിക്ക് വേണ്ടി യാഗമായി ഒരു തുള്ളി രക്തമില്ല. ആമേ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, എൻ്റെ ചർച്ചിൽ 12 ഡോക്ടേഴ്സുണ്ട്, 12 ഡോക്ടേഴ്സുണ്ട്, സർജന്മാരുണ്ട്, ഫിസിഷ്യന്മാരുണ്ട്, 12 ഡോക്ടേഴ്സുണ്ട്. ഒരിക്കൽ ഞാൻ ഈ പ്രസംഗിച്ച സമയത്ത് എന്നോട് ഡോക്ടർ പറഞ്ഞു, എൻ്റെ പൊന്നു പാസ്റ്റേ, ഒരു തുള്ളി രക്തം പോലും ഇല്ലാതെ അപ്പം നമുക്ക് വേണ്ടി ഊറ്റി തന്നു. ഇനി എല്ലാം കഴിഞ്ഞിട്ട് പുള്ളി എന്നോട് പറഞ്ഞു, എല്ലാ രക്തം ഊറ്റിപ്പോയാലും പാസ്റ്റേ ഈ ഹൃദയത്തിന്റെ വാൽവിനകത്ത് എവിടെയെങ്കിലും നമുക്ക് ഇച്ചിരി രക്തം കിടക്കും. അവന്മാർ അവിടെ കെട്ടും കുത്തി ഉള്ള രക്തം പുറത്തിറങ്ങും. കാരണം ഞാൻ എപ്പോ ദൈവസ്നേഹം പ്രസംഗിച്ചാലും ഈ ഡോക്ടർ ഉണ്ടല്ലോ ബാക്കിൽ ഇറങ്ങി വാവിട്ട് കരയും. ഞാൻ നോക്കി ഈ പുള്ളി എന്തിനാ ഇങ്ങനെ കരയുന്നേ? പുള്ളി എന്നോട് പറയാ, ഭാഷക്ക് അറിയത്തില്ല, ഞാനൊരു ഫിസിക്കൽ ഡോക്ടറാണ്, അതൊക്കെ വായിക്കുമ്പോ ഉള്ളം കത്തും ഭാഷേ. അതെ, ഇതൊന്നും അച്ഛാ നമ്മൾ ഇതൊന്നും പറഞ്ഞിട്ടല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളൊക്കെ 365 ദിവസം പ്രസംഗിക്കുന്നവരാ. എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ബൈബിൾ ക്ലാസ് എടുക്കാം. നാളെ 3 പ്രസംഗം എനിക്ക് പ്രസംഗിക്കണം, 3 എണ്ണം. അതിനിടയ്ക്ക് സ്നാനത്തിന്റെ ക്ലാസ് എടുക്കണം. ഇത് കഴിഞ്ഞിട്ട് ഞായറാഴ്ച അവൻ 2 മണിക്കാണ് ചെന്നിറങ്ങുന്നേ. രാവിലെ 2 ആരാധനയുണ്ട്, നേരെ 2 വർഷിപ്പിക്കരണം. നാളത്തേക്കോ മറ്റന്നാക്കോ തൊണ്ട വെക്കത്തില്ല. കാരണം ഇന്ന് രാത്രി കർത്താവ് വന്ന പോണം. ഇന്ന് ജീവനെ തന്ന ദൈവത്തെ ജീവനോടെ പ്രസംഗിക്കണം. എന്തിനാ പോലെ നാളത്തേക്ക് വെക്കുന്നേ? നാളെ എന്നുള്ളത് നമുക്കുള്ള. ഇന്ന് കർത്താവ് നിന്നെ വിളിച്ചാൽ എന്ത് ചെയ്യും? ഇന്ന് കർത്താവ് വിളിച്ച മക്കളെ നിങ്ങൾ എന്ത് ചെയ്യും? ഇന്ന് ചെയ്യാനുള്ളത് ഇന്നങ്ങ് ചെയ്യ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം സ്നാനത്തിന് വേണ്ടി പറഞ്ഞത്, ഷണ്ണൻ ആമൻ ഇങ്ങനെ പോകുമ്പോൾ അല്ലേ പീലിപ്പോസ് തേനോട് ചേർന്ന് കിടന്നത്. 2 പേരും കൂടി തേരിന് പോകുമ്പോൾ ആമൻ യേശു ക്രിസ്തുവിനെ ആധാരമാക്കി പീലിപ്പോസ് ഷണ്ണനോട് സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വെള്ളമുള്ളൊരു സ്ഥലം കണ്ടു. അവിടെ ആമൻ സ്നാനം പറഞ്ഞു എന്നില്ല, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തിനകത്ത് എന്തുണ്ട്? ജ്ഞാനമുണ്ട്. അത് പറഞ്ഞപ്പോഴാ വെള്ളം കണ്ടടത്ത് നിർത്തിയത്. ഇതാ വെള്ളം സ്നാനപ്പെടാൻ എന്ത് തടസ്സം? നിനക്ക് സമ്മതമെങ്കിലാകാം. ഇരുവരും വെള്ളത്തിലിറങ്ങി, ആത്മാവ് എടുത്തോണ്ട് പോയി. അഭിഷേകത്തിന് ഒരു കാര്യം പറയാം, ശുശ്രൂഷ ചെയ്യാൻ നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ ആത്മാവ് നമ്മെ എടുത്തോണ്ട് പോയി. ഒരു മനസ്സുണ്ടായാ മതി, ഒരു മനസ്സുണ്ടായാ മതി, ഒരു മനസ്സുണ്ടായാ മതി. ഒരു ഹല്ലേലൂയ പറ. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വാഴമായി വിശ്വസിക്കണം. അവൻ അവിടെ വായിക്കുന്ന ജനമെല്ലാം സ്നാനമേൽക്കയിൽ അവൻ യേശുവ് സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം പരിശുദ്ധാത്മാവ് പ്രാവെന്ന ദേഹരൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി. ലൂക്കോസ് 4:1 അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി. അല്ലെ, അങ്ങനെയല്ലേ? 4:1 അല്ലെ? അവൻ യേശു പരിശുദ്ധാത്മാവിനാൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോഴത്തെ കുഴപ്പം എന്താണെന്നറിയോ? ആരും എന്ത് ചെയ്യുന്നില്ല. നിറഞ്ഞത് മാറ്റിവെക്കണമെന്ന് പറഞ്ഞ പോലെ നിറഞ്ഞതിനെ വിട്ടേക്കണം. ഈ സഭക്കകത്ത് പ്രശ്നം ഉണ്ടാകുന്ന എപ്പോഴാണെന്നറിയോ? ഈ നിറഞ്ഞത് അതിനകത്ത് ഇരുന്ന തുളുമ്പും. ഒന്നെങ്കിൽ തുളുമ്പും, ഇല്ലെങ്കിൽ ഇത് ഇരുന്ന് മൂക്കും. ഈ മൂക്കാൻ വെക്കരുത്, എവിടെയെങ്കിലും ഇവനെ പറഞ്ഞു വിട്ടേക്കണം. ഇതാ ഈ കുറേ എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്? മൂത്ത് കിടപ്പുണ്ട്. കാരണം ഒരിടത്തും പോകത്തില്ല. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞു വിട്, വല്ല ഉഗാണ്ടക്കെങ്കിലും പറഞ്ഞു വിട്, പോട്ടെ. അല്ലെങ്കിൽ ഇതിനകത്ത് ഇരുന്നത് മൂത്ത് നൊരച്ച് പൊങ്ങും. അടുത്തിരുന്നവനെ നാറ്റിക്കും. സ്വത്രം ചെയ്തേ. അതുകൊണ്ട് എന്ത് ചെയ്തേക്കണം? നിറഞ്ഞ് കവിഞ്ഞു എന്ന് കണ്ടാൽ പിന്നെ എന്ത് ചെയ്തേക്കണം? ഇവനെ പറ കൈവച്ച് വല്ല നോർത്ത് ഇന്ത്യക്കോ ഒറീസക്കോ ഒക്കെ വിട്ടേക്കണം. ഒരു ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒത്തിരി ദേഷ്യമുള്ളവനാണെങ്കിൽ പാകിസ്ഥാനോട്ട് വിടും. അവൻ അവിടെ പോയി അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരു ഹല്ലേലൂയ എന്ന് പറ.
പക്ഷെ ഈ ദൈവസഭയുടെ അനുഗ്രഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ വിഷയം എന്താണെന്നറിയോ? നമ്മൾ ഈ നിറഞ്ഞ് എല്ലാം എന്തിരിക്കുക. ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് എവിടെയോ പോയി ഒരു പ്രസംഗിച്ചു, എവിടെയാണെന്ന് ഓർക്കുന്നില്ല. പ്രസംഗം 3-4 പോയിന്റാണ് പ്രസംഗിച്ചത്. പ്രസംഗം എല്ലാം കഴിഞ്ഞപ്പോൾ അടുത്തിരുന്ന ഒരു അമ്മച്ചി എന്നോട് പറഞ്ഞു, മോനെ 2 പോയിന്റ് കൂടി ഉണ്ടടാ, 2 പോയിന്റ് കൂടി. നോക്കിയപ്പോൾ അമ്മച്ചി ബൈബിളിൽ നിന്ന് ആ പോയിന്റ് എടുത്ത് കാണിച്ചു തന്നു. ഇപ്പം നമ്മുടെ ബൈബിളിനകത്തെല്ലാം ഇഷ്ടംപോലെ പോയിന്റ് എഴുതി വെച്ചേക്കും, പക്ഷെ വല്ല ഗുണമുണ്ടോ? ഈ പോയിന്റ് എഴുതുക, പിന്നെയും പോയിന്റ് എഴുതുക. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ പോയിന്റ് എഴുതിക്കൊണ്ട് പോയിട്ട് ഒരാത്മാവിനെ നേടുന്നില്ലെങ്കിൽ ഈ പോയിന്റ് കൊണ്ട് എന്താ പ്രയോജനം? ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. ഒരു ആത്മാവിനെ നേടണ്ടേ? ഒരു ആത്മാവിന്. ഇന്നലെ കർത്താവിന്റെ ജെറി പാസ്റ്ററിന്റെ കൂടെ ഞാൻ അവരുടെ ആ വർക്ക് ചെയ്യുന്ന അവിടെ പോയി. അവിടെയെല്ലാം ബംഗാളികളും കെനിയക്കാരും ഒക്കെ ഉണ്ട്. കിട്ടിയ സമയം നമ്മൾ എല്ലാവരും വിളിക്കാൻ പറഞ്ഞു, എല്ലാവരും വിളിച്ചു കൂട്ടി. പ്രാർത്ഥിക്കേണ്ടവർക്ക് പ്രാർത്ഥിച്ചു, അവരോട് സുവിശേഷം പറഞ്ഞു. ദൂത് കേട്ടു, എല്ലാം വാവിട്ട് കരയാൻ തുടങ്ങി. കുറെ പേര് കർത്താവിനെ യേശുവെന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. രക്ഷാവാചകം ചൊല്ലിക്കൊടുത്തു. എനിക്ക് അരമണിക്കൂറാണ് കിട്ടിയത്. മതിയെന്നേ, ഒരെണ്ണമെങ്കിലും നിത്യത പോട്ടെന്നേ. നമ്മുടെ ലക്ഷ്യം ഒന്ന് മാറട്ടെ, നമ്മുടെ കാഴ്ചപ്പാടൊന്ന് മാറട്ടെ. അഭിഷേകത്തോടെ ചലിക്കേ. ആമേൻ. 14 യേശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അടുത്ത വാക്യം, യേശു ആത്മാവിന്റെ ശക്തിയോടെ. ആമേൻ. 4:32 അവന്റെ വചനം എന്തായിരുന്നു? അവന്റെ വചനം എങ്ങനെയാ വായിച്ച ഇവിടെ നോക്കിക്കേ. അവന്റെ വചനം. അപ്പൊ വചനം അധികാരത്തോടെ പ്രസംഗിക്കണമെങ്കിൽ ആദ്യം പറഞ്ഞ 3 കാര്യം സംഭവിക്കണം. 1, ആത്മാവ് അകത്ത് വരണം. 2, ആത്മാവിൽ നിറയണം. 3, ആത്മാവിന്റെ ശക്തി പ്രാപിക്കണം. ഈ 3 കാര്യം നിങ്ങളിൽ വന്നാൽ നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ അധികാരം വ്യാപരിക്കും. ഹല്ലേലൂയ. എനിക്ക് ഈ ആശാരി ഉപദേശി സ്വത്രം എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആശാരിയുടെ തിരുവനന്തപുരത്ത് ഉദയംകുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് എന്നെ കൊണ്ടുപോയി ആശാരി ഒരു കൺവെൻഷന് പ്രസംഗിപ്പിച്ചു. നീ വന്ന് പ്രസംഗിക്കടാന്ന് പറഞ്ഞു. അങ്ങനെ ആശാരി എന്നെ കൊണ്ട് ഒരു കൺവെൻഷൻ പ്രസംഗിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ മനുഷ്യന് എനിക്ക് ഇത്രയും ഭയങ്കര അധികാരമല്ലേ, ഭയങ്കര. ഒരു പെൺകൊച്ച് ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, ഉപദേശി കല്യാണം കഴിഞ്ഞിട്ട് 5-6 വർഷമായി, പിള്ളേരില്ല. അതിന് ഉപദേശി പ്രാർത്ഥിക്കണം. ഇവിടെ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, നിനക്കൊരു പെൺകൊച്ചുണ്ടാവും. ആ പെൺകൊച്ചിനെ എൻ്റെ മോനെ കൊണ്ട് കെട്ടിക്കുമെന്ന് ചോദിച്ചു. അറിയാലോ എൻ്റെ മോനെ കൊണ്ട്. അപ്പം മോനെ 5 വയസ്സുണ്ടേ. 5 വയസ്സ്. ഈ പെൺകൊച്ചാണെങ്കിൽ കൊച്ചുങ്ങളില്ലാതെ ഇങ്ങനെ കറങ്ങി കിടക്കുക. അവള് പറഞ്ഞു, എൻ്റെ പൊന്ന് ഭാഷ ആദ്യം കിട്ടട്ടെ എന്നിട്ട് കെട്ടിക്കുക. അതല്ല, കിട്ടും. ഒറ്റ കൈവച്ച് കർത്താവ് ഒക്കെ ഒരു പെൺകൊച്ചിനെ കൊടുക്കണം. അതെൻ്റെ മരുമകളായിരിക്കണം. ആദ്യം ഒരു പെൺകൊച്ചുണ്ടായി. ആ പെൺകൊച്ചാണ് ഉപദേശി ആശാരിയുടെ ആദ്യത്തെ മരുമകൾ. എനിക്ക് 4 വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്നു. വൈപ്പിങ്കരയിൽ കൺവെൻഷൻ വന്നു. കൺവെൻഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഓടി വന്നിട്ട് എന്നോട് ചോദിച്ചു, എടാ എന്തൊക്കെയുണ്ട് മോനെ വിശേഷം? ഞാൻ പറഞ്ഞു, അച്ഛൻ 4 വർഷം കഴിഞ്ഞ് പിള്ളേരില്ല. എന്നോട് ചോദിച്ചു, അവളെന്തേ? ഞാൻ പറഞ്ഞു, ആരാ? നിന്റെ വൈഫ് എന്തേ? വിളിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സിന്ധു ഓടി വാ. മുന്നോട്ട് വന്നു. എണ്ണ ഉണ്ടോ ഇവിടെ? ആ എണ്ണയുണ്ട്. അവിടെ എണ്ണ എടുത്തിട്ട്, കർത്താവേ ദൈവം കൊടുത്തേ പറ്റൂ. 2ാമത്തെ മാസമാണ് ഞങ്ങൾക്ക് ആദ്യം കൊച്ചിനെ കിട്ടിയ. അധികാരമാണ്. ആറന്മുള ആറ്റിന്റെ അവിടെ നിന്ന് സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴേ പഴയ ആറന്മുള പാലത്തിന്റെ പൊക്കത്തിൽ നിന്ന് കുറച്ച് പേര് ചോദിച്ചു, ഉദേശി മീൻവല്ലം കിട്ടുന്നുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഉദേശി പറഞ്ഞു, ഇവിടെ അടുത്ത ആളെ മുക്കുന്നതിന് മുമ്പ് നീ മുങ്ങാന്ന് പറഞ്ഞു. പാലത്തിന്റെ ഒരു ഊന്ന് കിഴപ്പോട്ട് പോയി, അടുത്തോട്ട് പോയി. ഇവരെ മുക്കുന്നതിനും മറ്റൊരു പുള്ളി മുങ്ങി. അധികാരമായിരുന്നു, അധികാരം. ഒരു അല്ലലി എന്ന് പറഞ്ഞേ. ഞങ്ങൾ ബൈബിൾ കോളേജിൽ ഞങ്ങൾ ചിങ്ങമനെ താരിക്കുന്ന സമയത്ത് ഇടക്ക് പുള്ളി അവിടെ വരും. വന്നിട്ട് ഈ അനുഭവങ്ങളൊക്കെ പറയും. ഒരു സ്വതന്ത്രം ചെയ്യുക. ഞാൻ കേരളത്തിൽ ആശാരിയെ പോലെ അധികാരത്തോടെ നിന്നൊരു മനുഷ്യനില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നു അത് ചെയ്യണം. വർഷങ്ങൾക്ക് മുമ്പ് അടൂര് YMC ഓഡിറ്റോറിയത്തിൽ ഒരു മീറ്റിംഗിൽ പ്രസംഗിച്ചു. IPC-കാരുടെ പാസ്റ്റേഴ്സിന്റെ മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിംഗിൽ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ജോൺ സാർ വന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റേ എൻ്റെ അപ്പന് വേണ്ടി പ്രാർത്ഥിക്കാൻ വരണം. ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 2-3 പേരുണ്ട്. വീട്ടിൽ ചെന്നപ്പോൾ 99 വയസ്സുണ്ട്. പ്രൊഫസറാ ജോൺ സാറ്. അപ്പച്ചൻ ഇരിക്കുക 99 വയസ്സുണ്ട്. കരിയിട്ട് പോലത്തെ ഒരു മനുഷ്യനാണ്. കൈയെല്ലാം ഭയങ്കര നീളമാണ്. പറഞ്ഞു, അപ്പച്ചൻ പാസ്റ്റേ ചെകിട്ടിത്തിരി കേൾക്കത്തില്ല, ഉറക്കെ പറ. അപ്പച്ചനെ കണ്ടിട്ട് മുഖത്ത് ഭയങ്കര തേജസ്സാ. ഞാൻ ചോദിച്ചു, അപ്പച്ചൻ ശുശ്രൂഷകനായിരുന്നോ? ജോൺ സാറ് പറഞ്ഞു, പാസ്റ്റർ അപ്പച്ചനെ കുറിച്ച് കേട്ടിട്ടുണ്ട്.
നമ്മളില്ല, ഞാൻ കേട്ടിട്ടില്ല. ആനയെ പ്രാർത്ഥിച്ചു മുട്ടുകുത്തിച്ച കേട്ടിട്ടില്ല? അത് ഈ അപ്പച്ചനാണ്. കേട്ടിട്ടില്ലേ? ഞാൻ നേരിട്ട് കണ്ടു. എനിക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, അഭിഷേകമുള്ളവനെ കണ്ട ഞാൻ വിടത്തില്ല. കാശ് കൊടുത്തു പോയി തലയെ കൈവെപ്പിക്കും. ഞാൻ നേരെ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, അപ്പച്ചാക്ക അയ്യൊന്ന് തലയിലോട്ട് വെച്ചേക്കാൻ പറഞ്ഞു. അപ്പച്ചൻ പറഞ്ഞു, ഞാനും ഇവരുടെ അമ്മയും കൂടി കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന വഴിക്കേ നാട് മുഴുവൻ മതമിളകി ആന ഇങ്ങനെ ഓടി വരുമ്പോൾ നാട്ടുകാർ മൊത്തം ഓടുക. ഞങ്ങൾക്ക് ഓടാൻ പറ്റത്തില്ലല്ലോ മക്കളെ. ഞാൻ ഇവരുടെ അമ്മയുടെ കയ്യെ പിടിച്ചിട്ട് നീ അവിടെ നിൽക്കടി എന്ന് പറഞ്ഞു. യേശുവിൻ്റെ നാമത്തെ മുട്ടുമടക്കാനെന്ന് പറഞ്ഞു. അവിടെ മുട്ടുമുട്ടക്കി. ആനയുടെ പാപ്പം വന്ന് എഴുന്നേൽപ്പിക്കുന്നത് വരെ ആന അവിടെ മുട്ടുകുത്തി നിന്നു. കേരളത്തിന്റെ ചരിത്രമാണ് ഞാനിത് പറഞ്ഞത്. ഒരു സ്വത്രം എന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് വിജയ ട്രാവൻ എത്ര പേർക്ക് അറിയാം? വിജയ ട്രാവൻ എത്ര പേർക്ക് അറിയാം? അതറിയാം. വിജയ ട്രാവന്റെ അപ്പൻ കൂടിക്കൊണ്ടിരുന്നത് കളമശ്ശേരിയിലെ PMG ചർച്ചിലാണ്. നിങ്ങൾ കേൾക്കണം കേട്ടോ. നമ്മൾ ഇന്ന് ചാടുമ്പോൾ തുള്ളുമ്പോൾ ഒന്ന് നൃത്തം ചെയ്യുമ്പോൾ ഇതെല്ലാം വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ ഫേസ്ബുക്കിൽ ഇട്ട് കളിയാക്കുന്നില്ലേ? നമ്മളൊന്നും അല്ല അഭിഷേകത്തിൽ നിന്നത്, അവരാ. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, പഴയ നിയമത്തിൽ പണ്ടുള്ള നമ്മുടെ അപ്പച്ചന്മാർ അഭിഷേകം വന്നിട്ട് ആലയത്തിനകത്തിരുന്ന് തീ പിടിച്ച് മുറ്റത്ത് ഓടിയവരുണ്ട്, ഓടി തെങ്ങേക്കേറിയവരുണ്ട്. ഈ അപ്പച്ചൻ്റെ മേൽ അഭിഷേകം വന്നിട്ടേ നിലത്തൊന്നൊരൊറ്റ ചാട്ടം ചാടിയിട്ട് പൊക്കത്ത് പോയി തല ഇടിച്ചിട്ട് തല പൊട്ടി. വിജയ ട്രാവൻ എന്തെങ്കിലും വരുമ്പോൾ ചോദിച്ചോ, എനിക്ക് ആ അപ്പച്ചനെ അറിയാം. PMG ചർച്ചിൽ വെച്ച് അഭിഷേകത്താൽ ഒറ്റ കുതിപ്പ് പൊക്കത്ത് പോയി തല ഇടിച്ചു. എന്നിട്ട് തീ പോലെ ആരാധിക്കുക. അങ്ങനെ ആരാധിച്ചൊരു പിതാക്കന്മാർ കേരളത്തിലുണ്ടായിരുന്നു അല്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, TPM ചർച്ച നിങ്ങൾ കണ്ടിട്ടുണ്ട്? TPM ചർച്ചിൽ ശിലോം പെന്തക്കോസ്ത് ചർച്ചിൽ ഒരു കാത്തിരിപ്പ് യോഗം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല. ഞാൻ സൂര്യനെല്ലി ചർച്ചിൽ പോയി കൂടിയത്, അതുകൊണ്ടാണ് പറഞ്ഞേ. ഇപ്പോഴും ഉണ്ട് കാത്തിരിപ്പ് യോഗമുണ്ട് അവിടെ. ആ കാത്തിരിപ്പ് യോഗത്തിനകത്ത് നിങ്ങൾ പോയി നോക്കണം. ഇങ്ങേറ്റത്തിരിക്കുന്നവൻ അങ്ങേറ്റം വരെ എത്തും, അവിടെ ഇരിക്കുന്നവൻ ഇങ്ങേറ്റം വരും. പരിശുദ്ധാത്മാവിന്റെ ശക്തി അതിനകത്ത് വ്യാപരിച്ചാൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. അതൊന്നും ആരും വീഡിയോ എടുത്തിട്ടില്ല. നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതിന്റെ ഇരട്ടിയായിരുന്നു മക്കളെ നമ്മുടെ പിതാക്കന്മാർ അനുഭവിച്ചത്. അന്ന് എന്തില്ല? യൂട്യൂബ് ഇല്ല, വീഡിയോ ഇല്ല, ഫേസ്ബുക്ക് ഇല്ല. അതുകൊണ്ട് അതൊന്നും പുറത്തു വന്നില്ല. ഇപ്പൊ ഇതെല്ലാം കൊണ്ട് നടക്കി. ഇതൊന്നും നിങ്ങൾ നോക്കരുത്. പ്രാപിച്ചിട്ടേ എഴുന്നേക്കാവൂ. നമ്മുടെ ലക്ഷ്യം ഇവിടെ ഒരു ഉണർവുണ്ടാകണം. നിങ്ങൾ എത്ര പേർ പ്രാർത്ഥിച്ചെന്നറിയത്തില്ല. ഇന്നലെ മിനിഞ്ഞാന്നും ഇവിടുത്തെ സ്റ്റേഡിയത്തിന്മേൽ കൈനീട്ടി പ്രാർത്ഥിച്ചു. എന്തിനാണെന്നറിയോ? അതിനകത്ത് ദൈവജനത്തിന് ആരാധനയ്ക്ക് വേണ്ടി വാതിൽ തുറക്കണം. ആമേൻ. സ്തോത്രം. ശ്വാസം ഉണ്ടാ. നിങ്ങൾ പ്രാർത്ഥിക്കണം മക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കണം. പക്ഷമെങ്കിൽ ഈ ഉപവാസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ 2 പേര് 3 പേര് 2 വണ്ടിയൊക്കെ എടുത്ത് ഈ പട്ടണം ചുറ്റി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ പട്ടണം ചുറ്റി പ്രാർത്ഥിക്കണം. ദൈവം ചിലരെ വിടുവിച്ച് ഇതിനകത്ത് കൊണ്ടുവരും. ഭയങ്കര വിടുതൽ ഇതിനകത്ത് ചെയ്യും. ദേശത്തിലെ കെട്ടുകൾ ദൈവം പൊട്ടിച്ചു മാറ്റും. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടമന ഘടകധുര ജനകൾ ഘടകധനാദല. കരമടിച്ച് ശക്തിയോടെ ഒന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഉടമന രഗതൽ ഘടകധന ധനഘടകധുര ജനപരബലപ ഉടമന അത്യുനബലഘടകത്വന രിമാലക സംധേരബന്ധന. പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വ്യാപാരം ഇന്ന് രാത്രി ഇതിന്റെ നടുവിൽ വ്യാപരിക്കട്ടെ. ആത്മാവിന്റെ കൃപയുടെ വ്യാപാരം ഉണ്ടാകട്ടെ. ഞാൻ ഒരു വാക്യം എനിക്കൊന്ന് വായിച്ചിട്ട് ഞാൻ ആ ഭാഗം അങ്ങ് വിടാം. ദൈവമക്കളെ, ആ ഒറ്റ വാക്യം വായിച്ചാൽ മതി. അപ്പോസ്തല പ്രവൃത്തി എടുത്ത് നമ്മൾ പറഞ്ഞു വന്ന 19-ാം അധ്യായം അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആത്മശക്തി പ്രാപിക്കുന്നതിന്റെ ഗൗരവം മനസ്സിലാകും. മക്കളെ, 19:28 വായിച്ചോ. 19:28 വായിച്ചൊന്ന് വായിക്കാമോ? അർത്തമിസ് മഹാദേവി എന്നാർത്ത് പട്ടണം മുഴുവനും കലഹം കൊണ്ട് നിറഞ്ഞു. അവർ പൗലോസിന്റെ കൂട്ടുയാത്രക്കാരായ അടുത്തത് അതിനകത്ത് എനിക്ക് വേണ്ട 27-ാമത്തെ വാക്യം 19:27. 19:27 എടുത്തേ.
അതിനാൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ, ഇതൊന്ന് കുറിച്ചിട്ടേക്കണം. അതിനാൽ നമ്മുടെ ഈ കാര്യം ആക്ഷേപത്തിലാകുവാൻ അടുത്തിരിക്കുന്നതുമല്ലാതെ, ഒന്ന് ശ്രദ്ധിച്ച്, അർത്തിമിസ് മഹാദേവിയുടെ ക്ഷേത്രം, എല്ലാവരും ഒന്ന് പറഞ്ഞേ, അർത്തിമിസ് മഹാദേവിയുടെ ക്ഷേത്രം ഒന്ന് കയ്യൊന്നെടുത്തേ. എന്തില്ലാതെ? ഏതുമില്ലാതെ. ഇനി അടുത്തത്, ആസ്യ മുഴുവനും ഭൂതലം ഭരിച്ചു വന്ന, നോക്കിക്കേ, ഏഷ്യ മൈനർ മുഴുവൻ ഭരിച്ച ഈ അർത്തിമിസ് ദേവിയെ 12 പേരിരുന്ന് അന്യഭാഷ പറഞ്ഞ് ആരാധിച്ചപ്പോൾ അതിന്റെ ശക്തി നിർമൂലമായി. 19-ാം അധ്യായം നമ്മൾ ആദ്യം വായിച്ചു. പൗലോസ് 12 പേരെ കണ്ടു. അവരോട് ചോദിച്ചു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ? അവര് സത്യം പറഞ്ഞു. നമ്മളാണെങ്കിൽ ഒരു വിറവലൊക്കെ വിറവെച്ചിട്ട് ഉടപണ കിട്ടിയെന്ന് പറഞ്ഞേനെ. നമ്മളങ്ങനെ ഇല്ലെന്ന് മാത്രം എന്ത് ചെയ്യത്തില്ല, എന്തെങ്കിലും ആക്ഷൻ കാണിച്ചാണേലും നമ്മൾ പറയും ഉണ്ടെന്ന് പറയും. പക്ഷെ അവർ സത്യം പറഞ്ഞു, ഞങ്ങൾ ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല. ഉടനെ പൗലോസ് കൈവച്ചു. അവർ 12 പേരും എന്ത് ചെയ്തു? ഇന്ന് രാത്രി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ കൈവച്ച ചിലർ അഭിഷേകത്താൽ എന്ത് ചെയ്യണം? നിറയണം. നിങ്ങൾ കൈവച്ച നിറയും, പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ നിറയണം. നിങ്ങൾ നിറഞ്ഞ് കൈവച്ചാൽ അവർ നിറയും, അല്ലെ? എന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത് വാക്യമാണ്. അർത്തിമിസ് മഹാദേവിയുടെ ക്ഷേത്രം എന്തില്ല? ഏതുമില്ലാതായി. അപ്പൊ അന്യഭാഷ പറഞ്ഞ് ആരാധിച്ച കെട്ട് പൊട്ടുമോ? ശക്തികൾ ഏതുമില്ലാതാകുമോ? അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി പറയുന്നു, പാട്ടിച്ചിന് കുറച്ചാലും അന്യഭാഷയുള്ള ആരാധന നിർത്തരുത്. മണിക്കൂറുകൾ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കണം. അഭിഷേകത്തെ നിറയാത്ത ദൈവമക്കൾ ഇന്ന് രാത്രി അന്യഭാഷ അടയാളത്തോടെ നിറയണം. നടക്കുമ്പോൾ അന്യഭാഷ പറയണം, വാഹനം ഓടിക്കുമ്പോൾ അന്യഭാഷ പറയണം. ഓരോ നിലവുകളിലും ഓരോ യാത്രയുടെ വേളയിലും നിങ്ങൾ അഭിഷേകത്തെ നിറയണം. ആമേൻ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനി പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ ക്രിസ്ത്യൻ കോളിങ് നമ്മൾ വിളിച്ചത് ആരായിട്ടാണ്? പുത്രത്വത്തിന്റെ വിളി. മനസ്സിലായോ? 3 പുത്രത്വമുണ്ട്. ഒന്ന് ആദാം, ദൈവത്തിന്റെ മകൻ. രണ്ടാമത്തെ പുത്രൻ, അവന് സ്തോത്രം, തന്റെ ഏകജാതനായ. മൂന്നാമത്തെ പുത്രൻ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തെ വിശ്വസിക്കുന്ന. ഇനി ഒന്ന് എന്നെ ശ്രദ്ധിക്കണേ. ഒന്നാമത്തെ ആദാമിൽ വ്യാപരിച്ച അധികാരം രണ്ടാമത്തെ മകനായ ക്രിസ്തുവിൽ വ്യാപരിച്ചു. ആ ക്രിസ്തുവിൽ വ്യാപരിച്ച അധികാരം ഒടുക്കത്തെ മക്കളായ നമ്മിൽ വ്യാപരിച്ചു. നമ്മളിത് മനസ്സിലാക്കാതെ പോവരുത്. നമ്മളിത് അഭിഷിക്തന്മാര് നമ്മളിത് അറിയണം. ദേവദാസനെ, നിങ്ങൾ ഇന്നു മുതൽ ഒരു പൂതമിളകിയാൽ അതിന്മേൽ പ്രാർത്ഥിക്കണം. ഒരു രോഗിയെ കണ്ടാൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ഒരു ഒറ്റ കാര്യമുണ്ട്. കേരളത്തിലെ ഹല്ലേലൂയ മാഗസിനകത്തും മരുപ്പച്ചക്കകത്തും എൻ്റെ ഫോട്ടോയൊക്കെ വന്നായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. എന്നാ കാര്യം എന്നറിയാം? ഞാനൊരു മരിച്ച ഡെഡ് ബോഡിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഉയർക്കാൻ പ്രാർത്ഥിച്ചു. അമേരിക്കയിൽ വണ്ടി ആക്സിഡന്റിൽ മരിച്ച ഒരു ഡെഡ് ബോഡി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നപ്പോൾ ഞാൻ അതെടുത്ത് ആംബുലൻസ് കയറ്റിയ സമയത്ത് ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു, യേശുവിൻ്റെ നാമത്തിൽ ഉയർത്തെഴുന്നേക്കാൻ. നടന്നില്ല. വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം പ്രാർത്ഥിച്ചു. ശവപ്പറമ്പിൽ കൊണ്ടുവന്ന് അടക്കുന്നതിന് മുമ്പ് പരസ്യമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, യേശുവിൻ നാമത്തിൽ നെവിനോട് ഞാൻ കൽപ്പിക്കുന്നു, എഴുന്നേറ്റ് വരാം. 32 വയസ്സുണ്ടായിരുന്നു. എഴുന്നേറ്റില്ല. ആലപ്പുഴയിൽ ഒരു ആന്റണി എന്ന് പറഞ്ഞൊരു പാസ്റ്റർ മരിച്ചു. ആന്റണി ഒരു ബ്ലാക്ക് ബെൽറ്റ് ആയിരുന്നു. പുള്ളി മരിച്ച സമയത്ത് പരസ്യമായിട്ട് ജോഷി പാസ്റ്റർ ഉണ്ട്. ഞാൻ ചോദിച്ചു, പാസ്റ്റർ പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചു, നിനക്ക് ധൈര്യമുണ്ട് പ്രാർത്ഥിക്ക്. പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ഉയർത്തെഴുന്നേക്കാൻ പ്രാർത്ഥിച്ചു. എഴുന്നേറ്റില്ല. ഇതിനോടകം 4 പേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. എഴുന്നേറ്റില്ല. എനിക്കൊരു നാണക്കേടുമില്ല. ഞാൻ ഇനിയും പ്രാർത്ഥിക്കും. എന്തിനാന്നല്ലേ? ആമേൻ, ആമേൻ. പ്രാർത്ഥിച്ചാൽ രോഗി സൗഖ്യമാകും, ക്യാൻസർ സൗഖ്യമാകും, മൂക്കുപ്പനി മാറും, മുഴ പോകും. ഇത്രയും മാറ്റാമെങ്കിൽ മരിച്ചതിനെ ഉയർപ്പിക്കാൻ ദൈവത്തിന് കഴിയും. ഒരാൾ എന്നോട് ചോദിച്ചു, എഴുന്നേറ്റില്ലേ? എഴുന്നേറ്റില്ല. പാസ്റ്റർക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് നല്ല തൻ്റെ ഇടവാ. ഞാൻ ഇനിയും പ്രാർത്ഥിക്കും. അയ്യോ, ഞാൻ ഇനി തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ. എഴുന്നേറ്റില്ല, അതുകൊണ്ട് എനിക്ക് എന്നാ നഷ്ടം? എനിക്കൊരു നഷ്ടമില്ലല്ലോ. ഇനി പാസ്റ്ററെ, ഒരെണ്ണം കേരളത്തിൽ എഴുന്നേറ്റാലോ? ഒരെണ്ണം എഴുന്നേറ്റാലോ?
പ്രസാദ ഭാഷ ഒരെണ്ണം എഴുന്നേറ്റാലോ ചരിത്രം മാറത്തില്ലേ? ഈ നിന്ദ മാറത്തില്ലേ? അപമാനം മാറത്തില്ലേ? നാം പ്രസംഗിച്ചത്, ആമൻ, നാം വിളിച്ചു പറഞ്ഞ യേശു അത്ഭുതം ചെയ്യും എന്ന് പറയുന്നത്, ആമൻ, അത് സംഭവിക്കുന്നത് പ്രൂഫ് ചെയ്യത്തില്ലേ? അത്ഭുതാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും ദൈവം തന്റെ വചനത്തെ ഉറപ്പിക്കത്തില്ലേ? പിന്നെ എന്തുകൊണ്ട് ചെയ്തുകൂടാ? ചെയ്യണം. ഞാൻ എന്തിനാ ഇത് പറയുന്നെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എന്നോട് ഒരു വഴക്കം ഉണ്ടാകരുത്. നിങ്ങളുടെ അകത്ത് വിശ്വാസം ഉണ്ടാകണം. വിശ്വാസം എങ്ങനെ വരുന്നു? കേൾവിയാ. കേൾവി ക്രിസ്തുവിന്റെ വചനം. ഇത് നിങ്ങളുടെ അകത്ത് വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ഞങ്ങളെ പോലുള്ളവർ പറഞ്ഞേ പറ്റൂ. മനസ്സിലാകപ്പെടുത്തുന്ന ദൂതല്ല ഇന്ന് രാത്രി ഇതിനകത്ത് നിന്ന് പുറത്തു വരണം. നേഴ്സുമാരായിട്ടുള്ള സഹോദരിമാർ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതുപോലെ അവസരം വേറെ ആർക്കുണ്ട്? കൈവെക്കണം, പ്രാർത്ഥിക്കണം. ദൈവം സൗഖ്യമാക്കും. സൗഖ്യമാക്കും. ഞാൻ ഒരിക്കല് ഒരു മീറ്റിങ്ങിന് പോയ സമയത്ത് എൻ്റെ ചർച്ചിൽ ഈ ഡ്രംസ് കൊട്ടുന്നൊരു പയ്യനുണ്ട്, മാക്സൺ എന്ന പേര്. തൊണ്ടയ്ക്ക് ക്യാൻസറായിട്ട് ക്ലാരൻസ് എന്ന് പറഞ്ഞ ഒരു അപ്പച്ചനെ കൊണ്ടുവന്നു. വ്യാഴാഴ്ചയാ. പാസ്റ്റർ ഇല്ലെന്ന് ചോദിച്ചു. പാസ്റ്റർ ട്രിവാൻഡ്രത്ത് ഒരു മീറ്റിങ്ങിന് പോയി. എന്താ? ഞങ്ങളുടെ അപ്പച്ചന് ക്യാൻസറാ, അപ്പച്ചനെ കൊണ്ടുവന്നിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ. പാസ്റ്റർ ഇല്ല. അവരാകെ നിരാശയായി. ഈ കൊട്ടുന്ന മാക്സൺ, അവന് 23 വയസ്സുണ്ട്. അവൻ പറഞ്ഞു, ഇങ്ങോട്ട് കയറ്റിയിരുത്താൻ പറഞ്ഞു. കയറ്റിയിരുത്തി അവനങ്ങ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ അവൻ സൗഖ്യമാവട്ടെന്ന് പറഞ്ഞു. പക്ഷെ അവൻ്റെ ഒരു ധൈര്യം ഞാൻ സമ്മതിച്ചു. അവൻ പോയി, നിങ്ങൾ അടുത്ത ദിവസം പോയി ചെക്ക് ചെയ്തിട്ട് റിസൾട്ട് കൊണ്ടുവന്ന് പാസ്റ്ററെ കാണിക്കണമെന്ന് പറഞ്ഞു. അവർ കൊണ്ടുപോയി 2-3 ആഴ്ച കഴിഞ്ഞ് തിരുവനന്തപുരത്ത് പോയി. ഭയങ്കര വെള്ളം ഇറക്കാൻ പറ്റാഞ്ഞത്, വെള്ളം ഇറക്കാൻ തുടങ്ങി, ചായ കുടിക്കാൻ തുടങ്ങി, ചോറ് കഴിക്കാൻ തുടങ്ങി. റിസൾട്ടുമായിട്ട് ഞായറാഴ്ച കയറി വന്നു. ഞങ്ങളുടെ മീറ്റിംഗ് എല്ലാം ലൈവാണ് കേട്ടോ, അല്ലാതെ മറയത്തുള്ള മീറ്റിംഗ് അല്ല. ഇതൊക്കെ ലൈവാണ്. ആമേൻ. കയറി വന്നിട്ട് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇവിടത്തെ ഒരു കൊച്ചു പയ്യൻ പ്രാർത്ഥിച്ചു, അവനെ എവിടെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടില്ല, പേടിച്ചിട്ടവൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആരാടാ പ്രാർത്ഥിച്ച? അപ്പം മാക്സിമം നീ എന്തിനാ പ്രാർത്ഥിച്ചത്? അല്ല, പാസ് ഇല്ലാഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചത്. നമ്മൾ നീ എന്തെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു? അപ്പച്ചൻ സൗഖ്യമാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു. സൗഖ്യമെന്ന് വെച്ചാൽ അന്ന് എന്റെ തലമണ്ട ദൈവം പൊളിച്ചു. ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല. വിശ്വസിച്ച മോനെ നിന്റെ കയ്യിലൂടെ നടക്കും. വിശ്വസിച്ച നിന്റെ കരത്തിലൂടെ നടക്കും. ഇന്ന് രാത്രിയിലും മരിച്ച ദൈവത്തെ അല്ല, ഇന്ന് രാത്രി നാം ആരാധിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാ. കരമടിച്ചു ദൈവത്തിന് നന്ദി പറ. ഈ മക്കളുടെ മേലെല്ലാം അഭിഷേകം ഇന്ന് രാത്രി ചലിക്കണം. ഈ കുഞ്ഞുങ്ങളുടെ മേലെല്ലാം ഈ അഭിഷേകം ചലിക്കണം. അടുത്തൊരു തലമുറ അഭിഷേകത്താൽ എഴുന്നേൽക്കണം. അമ്മേ സ്വത്രം. അവൻ കേരളത്തില് പിള്ളേരെ വിടാൻ പേടിയാതെ മക്കളെ. നിങ്ങൾ കേൾക്കുന്നില്ലേ? വാർത്ത കേൾക്കുന്നില്ലേ? എന്നാൽ ഒരു കാര്യം സത്യം എന്നിട്ട്, പാരമ്പര്യ പെന്തക്കോസ്തലരുടെ ഒറ്റ ചെറുപ്പക്കാരില്ല വിശ്വാസത്തിൽ. എല്ലാം നിരീശ്വരവാദികളാ. കേട്ടോ നിങ്ങൾ? ചുമ്മാ വന്നിരിക്കുക. എന്ത് പറ്റി? നമ്മുടെ പിതാക്കന്മാരെല്ലാം പരിശുദ്ധാത്മാവിനെതിരെയും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിക്കെതിരെ കുറ്റം പറഞ്ഞ് പ്രസംഗിക്കാനും അതിനെതിരെ വിമർശിക്കാൻ തുടങ്ങിയപ്പോൾ പാരമ്പര്യ ചർച്ചിലെ പിള്ളേര് മുഴുവൻ മയക്കമരുന്നിനും കഞ്ചാവിനും വെറിക്കൂത്തിനും അടിമയായി. എന്നാൽ അഭിഷേകത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലെല്ലാം ഇത് വ്യാപരിക്കണം. ഈ മക്കളുടെ മേലെല്ലാം അഭിഷേകം വ്യാപരിക്കണം. ഈ കുഞ്ഞുങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകരുത്. കാരണം ഉയർച്ച ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഞാനൊരു ആമേൻ 8:30 നിർത്താല്ലേ? സൺഡേ 8:30 നിർത്താമല്ലോ. 8:30 നിർത്താം. ഇനി സമയം ഞാൻ എടുക്കത്തില്ല. അപ്പൊ ഒന്നാമത്തെ വിളി എന്താന്ന് ഞാൻ പഠിപ്പിച്ചു. ഒന്നാമത്തെ വിളി എന്താ? ആമേൻ. രണ്ടാമത്തെ വിളി, ഇനി ഈ 5 മിനിറ്റിനകത്ത് 6 കോളിങ്ങിനെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വായിച്ച മക്കളെ, ഞാൻ വായിക്കാം, സമയം പോയി. 2 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. ക്രിസ്തുയേശുവിന്റെ നല്ല പഠനായി. ദൈവം നമ്മൾ വിളിച്ച ആരാകാനാ? നമ്മുടെ കോളിംഗ് എന്നാ? നല്ല, എല്ലാവരും പറഞ്ഞേ, നല്ല സോൾജിയർ, നല്ല പഠനാകാനാ വിളിച്ചേ. ആദ്യത്തെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ആദ്യത്തെ യുദ്ധത്തിനകത്ത് നമ്മുടെ പട്ടാളക്കാരുടെ മുതുകത്ത വെടിയേറ്റ്. രണ്ടാമത്തെ യുദ്ധത്തിൽ നെഞ്ചത്ത വെടിയേറ്റത്. കാരണം എന്നാ? ആദ്യത്തെ യുദ്ധം തുടങ്ങിയപ്പോൾ അവരെല്ലാം ഓടി പുറകിട്ട് വെച്ചു. രണ്ടാമത്തെ യുദ്ധത്തിൽ നെഞ്ചു വിരിച്ചു നിന്നു. ദൈവം നമ്മെ വിളിച്ചത് ആരായിട്ടാ? പഠനായിട്ടാ വിളിച്ചത്. നിൽക്കേണ്ടടുത്ത് നെവരെ നിൽക്കണം. പഠനായിട്ടാ വിളിച്ചത്.
സ്വതന്ത്രം. ചർച്ചിനകത്തെ ഒരു ഞായറാഴ്ച ആരാധന നടക്കുക, സഭായോഗേ. ഗേറ്റ് ഒരു ഒറ്റ ചവിട്ട്, മട്ടാഞ്ചേരി അല്ലേ, മട്ടാഞ്ചേരിയാ, ഗേറ്റ് ചവിട്ടി തുറന്ന് കുറെ ആൾക്കാർ നിർത്തടാം നിന്റെയൊക്കെ പാട്ടെന്ന് പറഞ്ഞു. ഒഴുത്തം വന്നിട്ട് ഇങ്ങനെ കയറി കൈയോട് ഇടിക്കുന്നില്ല, നിന്റെയൊക്കെ യേശു, ഇവിടെ ഇനി യേശു ദൈവമാണെന്ന് പ്രസംഗിക്കരുത്. സ്വത്രം. അവൻ എന്നെ പൊന്ന് ചേട്ടാ, ഞാൻ തിരുവല്ലേന്നും കാക്കനാടെന്നും ഉഗാണ്ടെന്നും വന്നതല്ല, ഞാൻ കൊച്ചിക്കാരൻ തന്നെയാണ്, ഞാൻ തനിക്കൊച്ചിയാ. ചേട്ടൻ ചേട്ടൻ പാട് നോക്ക്, ഞാൻ ഇന്നും നാളെയും മറ്റന്നാളും പ്രസംഗിക്കുന്നു. അവിടെ തന്നെയാ ഞാൻ പ്രസംഗിക്കുന്നത്, അവിടെ തന്നെയാ പ്രസംഗിക്കുന്നത്. ദൂത് മനസ്സിലായോ? നമ്മളെ വിളിച്ചത് പഠനായിട്ടാ. എവിടെന്നെങ്കിലും ഒരു ചീറ്റ് കേൾക്കുമ്പോ മാളത്തിൽ കയറാൻ അല്ല ദൈവം നമ്മെ വിളിച്ചേ. പഠനം ചെയ്യേണ്ട 3 കാര്യം. എഫേസ്യർ 6:11, എഫേസ്യർ 6:13, എഫേസ്യർ 6:16. കിട്ടിയോ? എഫേസ്യർ 6:11 ഉറച്ചു നിൽക്കാനാണ്. എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം അല്ലേ? അവിടെ നോക്കി, 6:11 പിശാചിന്റെ തന്ത്രങ്ങളോട്. അപ്പൊ ഒരു പഠനം എന്ത് ചെയ്യണം? അടുത്തേക്ക് നാളോട് പറയും, എതിർത്ത് നിൽക്കണം. ആമേൻ, ആമേൻ. വീണ് പോകരുത്, അഴകുഴമ്പം പരുവത്തിലാകരുത്. എന്ത് വന്നാലും എന്ത് ചെയ്തേക്കണം മോനെ? എതിർത്ത് നിൽക്കണം. പറ, പിശാചിനോട് എന്ത് ചെയ്യണം? ആമേൻ. അതിന്റെ 13 മക്കളെ, 13. 1 എതിർത്ത് നിൽക്കണം. 2 ആമേൻ, ആമേൻ, സർവായുധ വർഗം എടുത്തുകൊണ്ട് നിൽക്കണം. അല്ലേ? അല്ലെ? എന്ത് ചെയ്യണം? സോറി, ഉറച്ചു നിൽക്കണം, ഉറച്ചു നിൽക്കണം. 3 ആയുധം എടുത്തുകൊണ്ട് നിൽക്കണം. അപ്പൊ 3 കാര്യങ്ങൾ ഒരു പഠനം ചെയ്യണം. 1 എതിർത്ത് നിൽക്കണം. എല്ലാവരും പറഞ്ഞേ. ഇതും കഴിഞ്ഞ് വീട്ടിൽ പോയിട്ടും അമ്മായിയമ്മ മരുമകളോട് എതിർക്കുന്ന കാര്യമല്ല. ആമേൻ, പിശാനോട് എതിർത്ത് നിൽക്കണം. ആമേൻ. 2 ഉറച്ചു നിൽക്കണം. 3 മകനെ ആയുധം എടുത്തുകൊണ്ട് നിൽക്കണം. ആയുധം കയ്യിലില്ലാതെ ഒരു പരിപാടിക്കും പോകരുത്. അവൻ വിട്ടേര്. 3 നമ്പർ 3. അവൻ 3ാമത്തെ ക്രിസ്ത്യൻ കോളിങ് 2:5 വായിച്ചോ. ഒരുത്തൻ മല്ല് കെട്ടിയാൽ ചട്ടപ്രകാരം പോരാകെ കിരീടം പ്രാപിക്കത്തില്ല. 3 ദൈവം നിങ്ങളെ വിളിച്ചത് മല്ല് കെട്ടാനാ. ഒരു ആമേൻ പറഞ്ഞേ. എന്തിനാ ദൈവം നിങ്ങളുടെ 3ാമത്തെ കോളിങ്? പറ, എന്താ മല്ല് കെട്ടുക എന്ന് പറയുന്നത്? ഉത്തരം കെട്ടുന്ന പരിപാടിയാണോ? ആ റെസ്ലിംഗ്. എന്തിനാ ദൈവം നമ്മെ വിളിച്ചേ? മല്ലുകെട്ടൻ. മല്ലുകെട്ടെന്ന് വെച്ചാൽ നിങ്ങൾ റെസ്ലിംഗ് കണ്ടിട്ടില്ലേ? ഈ പടയാളിക്ക് കൂട്ടുപടയാളി കാണും യുദ്ധം ചെയ്യാൻ. പക്ഷെ മല്ലുകെട്ടുന്നവന്റെ കൂടെ ആരും കാണില്ല, ഒറ്റക്ക് നിൽക്കേണ്ടി വരും. ദൈവം നിന്നെ വിളിച്ച ചിലയിടത്ത് ഒറ്റക്ക് നിൽക്കാനാ വിളിച്ചത്. ഒരു ഹല്ലേലൂയ പറ. ആരും കാണത്തില്ല, ഉപദേശി കാണത്തില്ല, നാട്ടുകാർ കാണത്തില്ല, വീട്ടുകാർ കാണത്തില്ല, കൂടെ അമ്മ കാണത്തില്ല. കുഞ്ഞെ, ഇന്ന് രാത്രി ഒറ്റക്ക് നിൽക്കാനാ ദൈവം നിന്നെ വിളിച്ചത്. കരമടിച്ച് ദൈവത്തിന് നന്ദി പറ. അവൻ യാക്കോബ് നിന്നതുപോലെ, അവൻ ദാവീദ് നിന്നതുപോലെ, എഫെസോസ് പട്ടണത്തിൽ പൗലോസ് നിന്നതുപോലെ, ഗൊൽഗോഥ മലയിൽ യേശു നിന്നതുപോലെ, ഗെത്സമന തോട്ടത്തിൽ അരുമനാഥം നിന്നതുപോലെ ഒറ്റക്ക് നിൽക്കാനാ ദൈവം നിന്നെ വിളിച്ചത്. ആരും കാണത്തില്ല, പറ, ആരും കൂടെ കാണത്തില്ല. പക്ഷെ ദൈവം നിന്നെ വിളിച്ചത് മല്ല് കെട്ടാനാ. ഏകനായി മഹാത്ഭുതം ചെയ്യുന്നവൻ നിന്റെ കൂടെ നിൽക്കും. ഒരു സ്വതന്ത്രം പറഞ്ഞ ഒരു ഹല്ലേലൂയ പറ. ഒറ്റക്ക് നിൽക്കണം. വിട്ടേര്. 2:6. 4ാമത്തെ ക്രിസ്ത്യൻ കോളിങ്. അധ്വാനിക്കുന്ന ദൈവം നിങ്ങളെ വിളിച്ച 4ാമത്തെ ക്രിസ്ത്യൻ കോളിങ്. എന്തിനാ വിളിച്ചേ? കൃഷിക്കാരനല്ല, അധ്വാനിക്കുന്ന കൃഷിക്കാരനാകണം. മടിയനെ ദൈവത്തിന് വേണ്ട. അടുത്തിരിക്കുന്ന ആളോടെ, മടിയനെ ദൈവത്തിന് വേണ്ട, മടിയനെ ദൈവത്തിന് വേണ്ട. ഇത് മടിയന്മാരുടെ സമ്പ്രദായമല്ല. മടിയനെ ദൈവത്തിന്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരാട് കണ്ടു. ഒരു കമ്പനിയിൽ ജോലിയൊന്നുമില്ല, വെറുതെ അവിടെ പോയി കിടന്നാൽ മതി. 1 ലക്ഷം രൂപ ശമ്പളം കിട്ടും. എന്ത് ചെയ്താൽ മതി? അപ്പോൾ ഒരു ചെറുപ്പക്കാരന് എൻ്റെ ഓഫർ കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. എന്താണെന്നറിയോ? അവൻ കിടക്കുന്നിടത്തുനിന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല. അവൻ അവിടെ പോയി എന്ത് ചെയ്താൽ മതി? ചുമ്മാ കിടന്ന 1 ലക്ഷം രൂപ കിട്ടും. പക്ഷെ അവന് പോയി എനിക്ക് വേണ്ട. എന്താ കാര്യം? അവൻ കിടന്നിടത്തുനിന്ന് അവനെ എഴുന്നേക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇവന് ഏത് മടിയന്റെ കാറ്റഗറിപ്പെടുത്തണം? മനസ്സിലായോ? ഇങ്ങനെ കുറെ മടിയന്മാരുണ്ട്. ഒന്ന് സഹോദരൻ ചെയ്ത് ഇങ്ങനെ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇഷ്ടം പോലെ മടിയന്മാര്. ആരാധിക്കാൻ പറഞ്ഞാൽ ഇനി വേറൊരു ഐറ്റം ഉണ്ട്. പാസ്റ്റർ കണ്ടോട്ടെന്ന് അറിയാം. ഞാനിത് കുറേ ആളായിട്ട് കാണുന്നു. നമ്മളെല്ലാവരും കരങ്ങൾ വീശി ആരാധിക്കാന്ന് പറയുമ്പോ ചിലർ നമുക്ക് ശാന്തമായി ആരാധിക്കാന്ന് പറയുമ്പോ ഹല്ലേലൂയ കണ്ടിട്ടുണ്ടോ?
അങ്ങനെയൊക്കെ ഒരു ജാതി എല്ലാ വക മീനും ഉണ്ടല്ലോ, സ്വോത്രം. അപ്പൊ വിട്ടേരെ. അപ്പൊ ആര് വേണം അടുത്ത് വായിച്ചത്? നാലാമത്തെ എന്നാ? നല്ല അധ്വാനിക്കാൻ. ഇതിനകത്ത് പറ നല്ല അധ്വാനിക്കുന്നവനായിരിക്കണം. മടിയനെ ദൈവത്തിന് വേണ്ട, മടിയനെ ദൈവത്തിന് വേണ്ട. സ്വോത്രം. അല്ല, സന്തോഷാനുള്ള ഇന്നലെ പറഞ്ഞേ, ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു കൽപ്പണിക്കാരൻ കൂടിയാ. ഞാൻ ഇപ്പോഴും പണിയെടുക്കുന്നുണ്ട് കേട്ടോ, ഇപ്പോഴും. പിന്നെ കറുത്ത പാൻറ്റും വെള്ള ഷർട്ടും ഇട്ടാൽ കുനിഞ്ഞ് ചൂല് പോലും എടുക്കാത്ത ഉപദേശിമാരുണ്ട്. ഞാൻ റവറണ്ടാണ്. ഒരു റവറണ്ട് ഒരു ശരിക്ക് പണിയെടുക്കണം, നല്ല പോലെ പണിയെടുക്കണം, നല്ല പോലെ പണിയെടുക്കണം. മക്കളെ, ഒരു സുവിശേഷ വേല ഞാൻ വന്നിട്ട് മടിയൊന്നും കാണിക്കരുത്, നല്ലപോലെ വേല എടുക്കണം. ഞങ്ങളൊക്കെ ഇപ്പം ഇങ്ങനെ ഇന്ന് പ്രസംഗിക്കുന്നില്ലേ? നിങ്ങൾ ഞങ്ങളെ വീട്ടിൽ കൊണ്ട് ചോറ് തരുന്നു, ഫുഡ് തരുന്നു, ഹോട്ടലിൽ കൊണ്ടുപോകുന്നു, ഞങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞായറാഴ്ച വീട്ടിൽ ചെല്ലല്ലേ, അന്ന് എനിക്കൊരു റെസ്റ്റ് തരും. തിങ്കളാഴ്ച രാവിലെ അവൾ മോപ്പെടുത്ത് കയ്യിൽ തരും. ഞാൻ ഉള്ള കാര്യം പറയുന്നത്. ആ മോപ്പ് കൊണ്ടുവന്നിട്ട് സിറ്റ് ഔട്ട് തുടച്ചിടാൻ പറയും. അപ്പൊ ഞാൻ പറയും, നീ ആരോടായി പറയുന്നറിയാമോ? കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഒക്കെ ഫേമസ് ആയ ഒരു പാസ്റ്ററോടാണ് എന്തടിച്ചിടാൻ, സിറ്റ് ഔട്ട് അടിച്ചിടാൻ. അപ്പൊ പുള്ളിക്കാരത്ത് പറയും, അതൊക്കെ എല്ലാം നല്ല, ഇതെല്ലാം ഈ ഗേറ്റിന് പുറത്ത് ഊരി വെച്ചിട്ട് കയറിയാണ്. റെവറൻഡും ഉപദേശിയും സെൻട്രൽ പാസ്റ്ററും എല്ലാം പുറത്ത്. ഇവിടെ ഒരു പരിപാടി നടക്കത്തില്ല. മീറ്റിങ്ങിന് പോകുന്ന മുമ്പ് എന്നെ കൊണ്ട് ചെടി നനപ്പിക്കും, പോകുന്നതിന് മുമ്പ് സിറ്റ് ഔട്ടിൽ മണ്ണുണ്ട്, സിറ്റ് ഔട്ട് തൂപ്പിക്കും. ഞാനിത് പറയുന്നത് ഒരു മടിയുമില്ല, ചെയ്യണം. അതിന് ചെയ്യാൻ നമുക്ക് ഇത്ര മടിയെന്നാ? ചെയ്യണം, ചെയ്തു കൊടുക്കണം. ഒരു ഹല്ലേലൂയ പറ. അതൊക്കെ ചെയ്യാൻ കൂടിയാ നമ്മൾ അധ്വാനിക്കണം മക്കളെ. ഉത്സാഹിയുടെ കൈ എന്ത് ചെയ്യും അറിയില്ലല്ലേ? ഉത്സാഹിയുടെ കൈ സമ്പത്ത് വർദ്ധിപ്പിക്കും. മടിയൻ ദൈവത്തിന് വേണ്ട. ചുമ്മാതിരുന്ന ഒരു കാര്യം കിട്ടുന്നെങ്കിൽ അവൻ മടിയനാ. നല്ലതുപോലെ അധ്വാനിക്കണം, നല്ലതുപോലെ അധ്വാനിക്കണം. വിട്ടേരെ. അവൻ 2:15 സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ നല്ല വേലക്കാരൻ. ഒന്ന് പറഞ്ഞ് എങ്ങനെ ആയിരിക്കണം? അടുത്തിരിക്കുന്ന ആളുകൂടെ നല്ല വേലക്കാരനായിരിക്കണം. പ്രസാദ് മാഷ് നല്ല വേലക്കാരനായിരിക്കണം. ആരായിരിക്കണം? നല്ല വേലക്കാരൻ. അല്ലാതെ ഈ ശമ്പളം കിട്ടുന്ന 10-ാം തീയതിയെ നമ്മുടെ ചർച്ചയിൽ ചില പാസ്റ്റർമാരില്ല, ശമ്പളം കിട്ടുന്നതിന്റെ പിറ്റേ ദിവസം രാവിലെ വരും, അമ്മാമ്മോ അച്ചായോ ബെല്ലടിക്കും. എന്തുണ്ട് വിശേഷം? എന്നാ പോട്ടെ. ഇങ്ങനെ റാവരക്കും. എന്നാ പോട്ടെ. എന്നപ്പോ അല്ല അമ്മാമ്മ പോട്ടെ. പോടും, പോത്തില്ല. ഈ റായും വരച്ചുകൊണ്ട് നിൽക്കും. എനിക്ക് ഇങ്ങനെയുള്ളതിനെ കാണാൻ കലിയ. സത്യമായിട്ട് ഞാൻ പറയാം, നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഒരു ശുശ്രൂഷകനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് വിട്ടൊരു പരിപാടിക്കും പോകരുത്. സത്യവചനത്തെ യഥാർത്ഥ പ്രസംഗിപ്പാൻ നല്ല വേലക്കാരനായിരിക്കണം. അടുത്തിരിക്കുന്ന ആളോട് പറ, നല്ല വേലക്കാരനായിരിക്കണം. അടിച്ച സ്ഥലത്ത് കണ്ടേക്കരുത്. ആമേൻ, ആമേൻ. 2:24 7-ാമത്തെ അടുത്ത കോളിങ്. സോറി 2:21 ഇവയെ വിട്ടകന്ന് മതി. 6ാമത് ദൈവം നമ്മെ വിളിച്ച ആരാകാനാ? മാനപാത്രമാകാൻ. ഒരു ആമേൻ പറഞ്ഞേ. നമ്മൾ ആരാ മക്കളെ? മാനപാത്രമാകണം. ഹീനപാത്രമല്ല, മാനപാത്രമാകാം. അതിനാ ദൈവം നമ്മെ വിളിച്ചേ. ശിംശോൻ മാനപാത്രമായിരുന്നു. ദലീലയുടെ മടിയിൽ കിടന്നുറങ്ങി അവൻ ഹീനപാത്രമായി. എവിടെ? ഗസ്സ എന്ന് പറയുന്ന സ്ഥലത്ത് അവൻ ഹീനപാത്രമായി. പുതിയ നിയമത്തിലോട്ട് വന്നപ്പോൾ മേശയിങ്കൽ ശുശ്രൂഷ ചെയ്യാൻ ദൈവം തെരഞ്ഞെടുത്ത പീലിപ്പോസിനെ ദൈവം മാനപാത്രമാക്കി. എവിടെ? ആമൻ. ഗസ്സ എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ണ് കുത്തിപ്പൊട്ടിച്ച് കളഞ്ഞ ശിംശോൻ അവൻ അപമാനമായ പാത്രമായെടുത്ത് പുള്ളി മാനപാത്രമായി. അനേകർ ഹീനപാത്രമായി ദൈവം നിന്നെ മാനപാത്രമാക്കും. ദൈവം നിന്നെ മാനപാത്രമാക്കും. ദൈവം നിന്നെ മാനപാത്രമാക്കും. ദൈവം നിന്നെ മാനപാത്രമാക്കും. 7ാമത്തെ കോളിങ് 2:24 കർത്താവിന്റെ മതി. ദ സർവന്റ് ഓഫ് ലോർഡ്. കർത്താവിന്റെ 7ാമത്തെ വിളിയുടെ പ്രത്യേകത എന്താ? ദൈവം നമ്മെ ആരായിട്ടാ വിളിച്ചേ? തുടക്കം എവിടെയാ? മകൻ വളർന്ന് ആരാകണം?
ഇല്ലില്ല, നിങ്ങൾ എഴുതിയത് പറ. മകൻ വളർന്ന് നല്ല നല്ല ഭടനാകണം. നല്ല ഭടൻ, ആമൻ, നല്ലതുപോലെ മല്ല് കെട്ടുന്നവനാകണം. ഒറ്റക്ക് നിന്ന് മല്ല് കെട്ടുന്നവൻ അധ്വാനിക്കുന്നവനാകണം. അധ്വാനിക്കുന്നവൻ നല്ല വേലക്കാരനാകണം. നല്ല വേലക്കാരൻ ആ മാനപാത്രത്തെ വിളിക്കുന്ന പേരാ കർത്താവിന്റെ ദാസൻ. അല്ലാതെ എവിടെ ലുലു പോയി ഒരു കറുത്ത പാൻറ്റും കിട്ടി ഒരു വെള്ള ഷർട്ടും ഇട്ടുകൊണ്ട് വന്ന് മീശയും പഠിക്കുമ്പോൾ നമ്മൾ വിളിക്കും കർത്താവിന്റെ. ഇനി മേലെ വിളിക്കരുത്. ഈ ഇത്രയും കടമ്പ കഴിയുന്നവൻ ഈ ആരെന്ന് വിളിക്കണ്ടേ? കർത്താവിൻ്റെതാണ്. നമ്മുടെ വിളി ശ്രേഷ്ഠമാണ്. ഒരു സെക്കൻഡ് ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയും നടക്കുക. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയും നടച്ചേ. കർത്താവിൻ്റെ മുഖത്തേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ. നിങ്ങളുടെ വിളി ചെറുതല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? എഴുന്നേറ്റ് നിൽക്കാമോ? നമ്മൾ വേഗത്തിൽ പ്രാർത്ഥിക്കാൻ പോകുക. സമയം മുന്നോട്ട് പോയെന്ന് എനിക്കറിയാം. ഒട്ടും സമയം കളി. അവസാനത്തെ നിമിഷം ഒരു ആത്മാവിൻ്റെ ശക്തി നമ്മൾ ഏറ്റെടുത്തു. ഒരു സെക്കൻഡ് ഒന്ന് സമർപ്പിക്കാമോ? സമർപ്പിക്കാമോ? രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച്, കർത്താവേ, എൻ്റെ വിളി സാധാരണ വിളിയല്ല, എൻ്റെ വിളി ശ്രേഷ്ഠമാണ്. പൗലോസ് ലേഖനത്തിൽ പറയുന്നു ഹൈ കോളിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഒരു ഹൈ കോളിംഗ്, ഉന്നതമായ ഒരു വിളിയാണ്. ചെറിയ വിളിയല്ല, എൻ്റെ ഉന്നതമായ വിളിയാണ്. എന്തിനാ ദൈവം നിന്നെ വിളിച്ചത്? ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ. ദൈവം ലോകത്ത് ബോഷത്വമായി ഇതിനെ തിരഞ്ഞെടുത്തു. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണ്. ഉപ്പ് കാരമില്ലാതെ പോയാൽ അത് എന്തോന്നുകൊണ്ട് രസം വരുത്തും. നിലത്തിട്ട് ചവിട്ടാനേ കൊള്ളത്തുള്ളൂ. ഇന്ന് രാത്രി വേളയിൽ കരങ്ങൾ വെച്ചുകൊണ്ട് പറ, കർത്താവേ, എൻ്റെ വിളിക്കനുസരിച്ച് ഞാൻ ജീവിക്കാൻ പോകുകയാണ്. എൻ്റെ വിളിക്കനുസരിച്ച് ഞാൻ മുന്നേറാൻ പോകുകയാണ്. എൻ്റെ വിളിക്കനുസരിച്ച് ഞാൻ ഇന്ന് രാത്രി മുന്നേറാൻ പോകുകയാണ്. ഒരു നിമിഷം സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചു പറ, തമ്പുരാനെ, എവിടെയെങ്കിലും ഞാൻ എൻ്റെ വിളി മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ തിരിച്ചു വരുന്നു. പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു. ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കർത്താവിൻ്റെ ദാസൻ നമ്മോട് അറിയിച്ചതുപോലെ നമ്മളൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ സമർപ്പണത്തിൻ്റെ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസൻ ഒരു ശാന്തമായ ഒരു വർഷിപ്പ് അവൻ അല്ല ഒരു പാട്ട് ശാന്തമായി പാടിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ കർത്താവിൻ്റെ അഭിഷിക്തന്മാർ മുന്നോട്ട് വന്ന് കുടുംബമായി വേഗത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ പോകുക. ആദ്യമേ ഈ ചർച്ചിൻ്റെ ലീഡേഴ്സായ ദൈവദാസന്മാർ കുടുംബമായി ഒന്ന് മുന്നോട്ട് വരാമോ? നമ്മൾ വേഗത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുക. ശ്രദ്ധിച്ച മുന്നോട്ട് വന്നു. ഈ സമയത്ത് ലീഡേഴ്സായ ദൈവദാസന്മാർ, അവരുടെ ഭാര്യമാർ മുന്നോട്ട് വന്നാട്ടെ. നിങ്ങൾ ഒരുമിച്ചൊന്ന് നിൽക്കാമോ? നിങ്ങൾ ഒരുമിച്ചൊന്ന് നിൽക്കാമോ? കൈ കോർത്ത് പിടിച്ചൊന്ന് നിന്നെ ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ചലിക്കാൻ പോകുക. അതിനുശേഷം നിങ്ങൾ മറ്റുള്ളവർ കടന്നു വരിക. നിങ്ങൾ ഒരുമിച്ച് മറ്റെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. ഈ രാത്രി ഒരു അസാധാരണ ദൈവമഹത്വം ദൈവപുത്രന്മാരുടെ മേൽ പകരുവാൻ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവിന്റെ സാന്നിധ്യം ചലിക്കട്ടെ. ദേവാ ആടിയനിതാ ദേവാ ആടിയനിതാ ദേവാ ആടിയനിതാ ആടിയനിതാ ദേവാ ആടിയനിതാ ദേവാ ആടിയനിതാ ദേവാ ആടിയനിതാ ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമായി ആടിയനിതാ ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തീരും മുഖം ജീവകാലമെല്ലാം
ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമായി അടിയനിതാ ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമായി അടിയനിതാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ആരിലും ശ്രേഷ്ഠമായി ആരിലും ശക്തമായി ആരിലും ശ്രേഷ്ഠമായി ആരിലും ശക്തമായി ആഴത്തിലെന്നോടും ഇടപെടണേ ആത്മാവിലെന്നോടും ഇടപെടണേ ആഴത്തിലെന്നോടും ഇടപെടണേ ആത്മാവിലെന്നോടും ഇടപെടണേ ആരിലും ശ്രേഷ്ഠമായി ആരിലും ശ്രേഷ്ഠമായി ആരിലും ശക്തമായി ആഴത്തിലെന്നോ ഓ ആത്മാവിലെന്നോടും ഇടപെടണേ മാന്നീർത്തോടിനായി കാംക്ഷിക്കുമ്പോൾ ആത്മാവിനാൽ ദാഹിക്കുന്നേ മാന്നീർത്തോടിനായി കാംക്ഷിക്കുമ്പോൾ ആത്മാവിനാൽ ദാഹിക്കുന്നേ ആ ജീവനീരെനിക്കേകണേ യേശുവേ ഞാൻ നിന്റെ ദാനമല്ലോ ആ ജീവനീരെനിക്കേകണേ യേശുവേ ഞാൻ നിന്റെ ദാനമല്ലോ ആരിലും ശ്രേഷ്ഠമായി ആരിലും ശക്തമായി ആരിലും ശ്രേഷ്ഠമായി ആരിലും ശക്തമായി ആഴത്തിലെന്നോടും ഇടപെടണേ ഓ ആത്മാവിലെന്നോടും ഇടപെടണേ പാഴ
മാറിയിടണേ. ആ കുശവൻ കയ്യിൽ